അച്ഛനെ വിശ്വസിക്കാമോ? ദിലു ആലോചിച്ചു. തൻ്റെയും സുന്ദുവിൻ്റെയും കല്യാണം നടത്തി തരാമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് സുന്ദുവിൻ്റെ ഇഷ്ടപ്രകാരം ശ്രാവണപുരിയിലെ സൂര്യക്ഷേത്രത്തിൽ വെച്ച് തന്നെ. താനും സുന്ദരിയും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്ത് ഇതിലും എന്തെങ്കിലും കെണിയുണ്ടാകുമോ? അച്ഛന് പെട്ടെന്ന് ഒരു മനമാറ്റം ഉണ്ടായി എന്ന് കരുതാമോ? ഏതായാലും ജാഗ്രതയായിരുന്നേ പറ്റൂ. അച്ഛൻ്റെ വാക്കിൽ പൂർണ്ണവിശ്വാസമുള്ളതുപോലെ തന്നെ പെരുമാറാം, എന്നാൽ വിശ്വസിക്കുകയും അരുത്. ഒരു നിമിഷത്തേക്ക് പോലും സുന്ദുവിനെ പിരിയേണ്ട യാതൊരു നിർദ്ദേശവും താൻ അനുസരിക്കുന്നതല്ലെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അച്ഛനത് സമ്മതിക്കുകയും ചെയ്തു. ശ്രാവണപുരിയിലേക്കുള്ള യാത്രയും അച്ഛൻ്റെ ഒപ്പമായിരിക്കില്ല. വഴിയിൽ പെട്ടെന്ന് എന്തെങ്കിലും നാടകീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചാലോ? താനും സ്വന്തവും മാത്രമായിരിക്കും തങ്ങളുടെ വാഹനത്തിൽ. ശ്രാവണപുരിയിലെത്തിയാലും അച്ഛൻ്റെ അധീനതയിലുള്ള ഹോട്ടൽ ശ്രാവണഗിരിയിൽ താമസിക്കുന്നതുമല്ല. വിവാഹ ചടങ്ങുകൾ കഴിയും വരെയെങ്കിലും അച്ഛൻ്റെ നീക്കങ്ങളെ സസൂക്ഷ്മം പഠിക്കേണ്ടതുണ്ട്. സൂര്യക്ഷേത്രത്തിൽ വെച്ച് സുന്ദുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തും വരെയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. താലി ചാർത്തുക മാത്രമല്ല, വിവാഹം നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്യുകയും വേണം. അച്ഛൻ വിചാരിച്ചാൽ ഒരു തരത്തിലും അസാധുവാകാത്ത വിധം. പിന്നീട് തങ്ങളെ ആർക്കും വേർപിരിക്കാൻ കഴിയരുത്. വിവാഹ വാർത്ത ഫോട്ടോഗ്രാഫുകൾ സഹിതം പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്യണം. IG മഹേഷ് വർമ്മയും മകളും അറിയണം. ആ ബന്ധം പ്രതീക്ഷിച്ച് ഇനിയും അച്ഛൻ സുന്ദുവിനെ ഉപദ്രവിക്കാൻ മുതിരരുത്. മഹേഷ് വർമ്മയുടെ ധനമല്ല അച്ഛൻ്റെ മോഹം. അച്ഛൻ്റെ കറുത്ത ബിസിനസ്സിന് ഒരു പോലീസ് മേധാവിയുടെ സഹായമാണ് ആവശ്യം. ബന്ധത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി ആ നല്ല മനുഷ്യനെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അച്ഛൻ്റെ ശ്രമം. തൻ്റെയും സുന്ദുവിൻ്റെയും വിവാഹ വാർത്ത അറിയുന്നതോടെ മഹേഷ് വർമ്മ അച്ഛൻ്റെ സൗഹൃദം ഉപേക്ഷിക്കുമെന്ന് മാത്രമല്ല, അച്ഛനുമായി ശത്രുതയിലാവാനും ഇടയുണ്ട്. എന്തുമാവട്ടെ, എല്ലാം അച്ഛൻ സ്വയം വരുത്തിവെച്ച വിനകളാണ്. അതേക്കുറിച്ച് താൻ വിഷമിച്ചിട്ടും കാര്യമില്ല. വിവാഹത്തിന് നാളെ നല്ലൊരു മുഹൂർത്തമുണ്ടെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. വിവാഹ ആവശ്യത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ശ്രാവണപുരിയിലേക്ക് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞു. പൊടുന്നനെ ദിലുവിൻ്റെ സ്വീറ്റിലെ ഇൻ്റർകോം ശബ്ദിച്ചു. അവൻ റിസീവർ എടുത്തു. എപ്പോഴാണ് നിങ്ങൾ ശ്രാവണപുരിയിലേക്ക് പുറപ്പെടുന്നത്? മോഹൻവർമ്മയുടെ ശബ്ദം. രാത്രിയിലാണെങ്കിൽ റോഡിൽ തിരക്ക് കുറഞ്ഞിരിക്കും. പുലരും മുമ്പേ ശ്രാവണപുരിയിൽ എത്തുകയുമാവാം. ഒന്ന് കുളിച്ച് ഫ്രഷാകുമ്പോഴേക്കും സൂര്യക്ഷേത്രത്തിൻ്റെ നട തുറക്കും. സൂര്യദർശനം കഴിഞ്ഞാലുടൻ വിവാഹം നടത്താം. പക്ഷേ ഇത്രയും ദൂരം ഞങ്ങൾ രണ്ടുപേരും തനിച്ച് പാതിരാത്രിയിൽ യാത്ര ചെയ്യുന്നത് എങ്ങനെ? ഇടയ്ക്ക് ചില വിജന പ്രദേശങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ പുറപ്പെടാമെന്ന് കരുതുന്നു. സന്ധ്യ കഴിയുമ്പോഴേക്കും ശ്രാവണപുരിയിൽ എത്താമല്ലോ. എന്നിട്ട് രാത്രിയിൽ സുഖമായി ഉറങ്ങാം. ദാറ്റ്സ് ഗുഡ്, മോഹൻവർമ്മ അഭിനന്ദിച്ചു. അല്ലെങ്കിലും ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് രാത്രിയിൽ ഇത്രയധികം ദൂരെ യാത്ര ചെയ്യുന്നത് ശരിയല്ല. നീ പറഞ്ഞതുപോലെ വഴിയാണെങ്കിൽ വളരെ മോശം. രാത്രിയിൽ പോകാം എന്ന് നിർദ്ദേശിച്ച അച്ഛൻ തന്നെയാണ് രാത്രി യാത്രയുടെ അസൗകര്യങ്ങളും വിശദമാക്കിയത്. ദിലുവിന് തമാശ തോന്നി. താൻ തീരുമാനിക്കുന്നത് തന്നെയായിരിക്കുന്നു ഇപ്പോൾ അച്ഛൻ്റെയും ഇഷ്ടവും. ആകട്ടെ, ഉച്ചയ്ക്ക് എപ്പോൾ നിങ്ങൾ പുറപ്പെടും? ലഞ്ച് കഴിഞ്ഞാലുടൻ. എന്നാലും കൃത്യസമയം 1 മണിക്ക്. അത് മതി. പക്ഷേ 1 മണിക്കെങ്കിലും നിങ്ങൾ നിർബന്ധമായും പുറപ്പെട്ടിരിക്കണം. 1:30 മുതൽ രാഹുകാലമാണ്. നല്ലൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നല്ല സമയം നോക്കി തന്നെ ഇറങ്ങിയാൽ മതി. ഭാവി ശോഭനമായിരിക്കണം. തങ്ങളുടെ ഭാവിയിൽ അച്ഛന് ഇത്ര താല്പര്യമോ? ദിലുവിന് സന്തോഷം തോന്നി. എത്രയൊക്കെയായാലും അച്ഛന് തന്നോട് സ്നേഹമുണ്ട്. തന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാവും തൻ്റെ ശോഭനമായ ഭാവിയോർത്ത് അച്ഛൻ സുന്ദുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അവളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് അവരുടെ ഹൃദയം തകർത്തുകൊണ്ടല്ലെന്ന് അച്ഛൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. അത്രയും നന്ന്. ഞങ്ങൾ ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് തന്നെ പുറപ്പെട്ടോളാം അച്ഛാ. എങ്കിൽ കൃത്യം 7 മണിക്ക് തന്നെ ശ്രാവണപുരിയിൽ എത്താനാവും. നോർമൽ സ്പീഡിൽ പോയാൽ മതി. ഇത്തരം കാര്യങ്ങളുള്ള അച്ഛൻ്റെ കൃത്യമായ കണക്കുകൾ ദിലുവിനെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കല്യാണ ഉടുപ്പുകൾ നമുക്ക് ഒന്നിച്ചു പോയി എടുത്താലോ? മോഹനവർമ്മ ചോദിച്ചു. വേണ്ടച്ചാ, യാത്രയിൽ എവിടെ നിന്നെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. യാത്രക്കിടയിൽ അതിനായി സമയം കളഞ്ഞ് ശ്രാവണപുരിയിലെത്താൻ വൈകരുത്. ഇല്ല, പർച്ചേസ് ആവശ്യത്തിന് ഞങ്ങൾക്കൊരു 10 മിനിറ്റ് മതിയാകും. ഓക്കെ, മോഹൻവർമ്മ ഫോൺ വെച്ചു. അച്ഛൻ ബുദ്ധി രാക്ഷസനാണ്, ദിലു ഓർത്തു. കല്യാണ ഉടുപ്പുകൾ വാങ്ങാനാണെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ ഒപ്പം ഒരിടത്തേക്കും യാത്രയില്ല. എപ്പോഴും എങ്ങനെയും ചതി വരാം. അപ്പോൾ തൻ്റെ സ്യൂട്ടിലെ കിടക്കയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് മോഹൻവർമ്മ ടെലിഫോണിൽ മറ്റൊരു നമ്പർ ഡയൽ ചെയ്യുകയായിരുന്നു. അധികം വൈകാതെ കണക്ഷൻ കിട്ടി. ഹലോ, ചാമുണ്ടിയാണോ? അതെ. സന്തോഷം, വിളിച്ച ഉടനെ കിട്ടിയല്ലോ. ഇന്നെന്താ പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല. സാറിൻ്റെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഓ, എൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? സുബ്രഹ്മണ്യം സൂചന തന്നു കാണും ഇല്ലേ? ഗുഡ്. ഇത്തരം കാര്യങ്ങളൊക്കെ ടെലിഫോണിലൂടെ സംസാരിക്കുന്നത് എങ്ങനെ? ചാമുണ്ടി ഇങ്ങോട്ട് വരൂ. ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറുത്ത് ഉയരം കുറഞ്ഞ് പിശാചിൻ്റെ മുഖമുള്ള ഒരു മധ്യവയസ്കൻ മോഹൻവർമ്മയുടെ അറയിലെത്തി. ദൈവത്തിന് മുന്നിൽ എന്നോണം അയാൾ മോഹൻവർമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ചു. മോട്ടോർ വാഹനങ്ങൾ കൊണ്ട് അത്ഭുതകരമായ അഭ്യാസങ്ങൾ കാണിക്കുന്നവനാണ് ചാമുണ്ടി. ഹെയർ പിൻ വളവുകളിലൂടെ ഫുൾ ലോഡ് ചെയ്ത ഹെവി വാഹനങ്ങളുമായി പറക്കാൻ കഴിയുന്നവൻ. എന്നാൽ വീതിയേറിയ തിരക്കൊഴിഞ്ഞ സുന്ദരമായ വീതിയിൽ സ്വാഭാവികമെന്ന് തോന്നും വിധം ഒരു ആക്സിഡൻറ്റ് സൃഷ്ടിക്കണമെന്നോ ചാമുണ്ടിക്ക് അതും നിഷ്പ്രയാസം കഴിയും. മറ്റൊരു വണ്ടിയിൽ ഇടിപ്പിച്ച് അതിനുള്ളിലെ ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമായി അപകടത്തിൽപ്പെടുത്തണമെങ്കിലും താൻ ഓടിക്കുന്ന വണ്ടി അപകടത്തിലാക്കി തൻ്റെ ഒപ്പമുള്ള ആളെ
പുരത്തിന് അയച്ചിട്ട് സ്വയം രക്ഷപ്പെടണമെങ്കിലും ചാമുണ്ടി വിദഗ്ധനാണ്. ആദ്യം സർക്കസിലായിരുന്നു. അതിലും ലാഭം വൻ മുതലാളിമാരുടെ വിശ്വസ്ത സേവകനായി കഴിയുന്നതാണെന്ന് മനസ്സിലായപ്പോൾ പഴയ പണി വിട്ടു. ചാമുണ്ടിക്ക് വിവരമെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഏറെക്കുറെ. പക്ഷേ വണ്ടിയുടെ നമ്പർ, തരം, ഏത് സ്പോട്ടിൽ വെച്ച് സംഗതി സാധിക്കണം, എത്ര മണിക്ക് അവിടെ എത്തും, കാത്തു കിടക്കേണ്ടി വരുമോ, വണ്ടി മൊത്തം നശിപ്പിക്കണമോ, അതോ ഏതെങ്കിലും ഒരാളെ മാത്രം തീർത്ത് തന്നാൽ മതിയോ എന്നെല്ലാം അറിയണം. വണ്ടിയുടെ നമ്പറും തരവും സ്ഥലവും സമയവും മോഹനവർമ്മ നൽകി. കാറിൽ 2 പേരുണ്ടാവും. ഞാൻ പറഞ്ഞ ആ വളവ് തന്നെയാണ് പറ്റിയ സ്ഥലം. ചിലപ്പോൾ അല്പം കാത്തു കിടക്കേണ്ടി വരും. കാർ ഓടിക്കുന്നത് എൻ്റെ മകനായിരിക്കും. അവൻ്റെ ഒപ്പമുള്ള പെൺകുട്ടിയെയാണ് തീർക്കേണ്ടത്. എൻ്റെ മോന് യാതൊരു കുഴപ്പവും വരാൻ പാടില്ല. ആക്സിഡൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് അവനോ മറ്റുള്ളവർക്കോ തോന്നാനും പാടില്ല. മുതലാളിയുടെ മകൻ തന്നെയായിരിക്കില്ലേ വണ്ടി ഓടിക്കുന്നത്? അതെ. സാധാരണഗതിയിൽ എതിരിൽ നിന്ന് വന്ന് ഇടിക്കുമ്പോൾ പരിക്കേൽക്കാൻ കൂടുതൽ സാധ്യത ഓടിക്കുന്ന ആളിനാവണമല്ലോ. ആ കുട്ടിക്ക് ഒന്നും പറ്റാൻ പാടില്ല. മറ്റേ കുട്ടിയെ തീർക്കുകയും വേണം. മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആരും സംശയിക്കാനും പാടില്ല. വിഷമമാണെന്നാണോ ചാമുണ്ടി പറയുന്നത്? എന്നല്ല, പ്രതിഫലത്തെ ഓർത്താണ്. നീ ശങ്കിക്കുന്നെങ്കിൽ നിനക്ക് ഇരട്ടി തുകയായിരിക്കും ഞാൻ തരുന്നത്. ഞാൻ ചെയ്യാം മുതലാളി. നിനക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കർവാണ് ഞാൻ നിർദ്ദേശിച്ചത്. എന്താ, അവിടെ വെച്ച് കാര്യം സാധിക്കുന്നതല്ലേ നല്ലത്? അതെ മുതലാളി. ചാമുണ്ടിയുടെ കഴിവിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചാമുണ്ടിക്ക് മാത്രമേ ഈ സന്ദർഭത്തിൽ എന്നെ സഹായിക്കാൻ കഴിയൂ. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക മുഹൂർത്തമാണ്. ഇവിടെ ഞാൻ പരാജയപ്പെട്ടാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമുള്ള പരാജയമായിരിക്കും. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതിയായിരുന്നെങ്കിൽ എനിക്കത് നിഷ്പ്രയാസമാണ്. എന്നാൽ എൻ്റെ മകന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ വേണം അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ. കാരണം അവൻ്റെ സ്നേഹം എനിക്ക് ആവശ്യമാണ്. അവനെയും എനിക്ക് ആവശ്യമാണ്. അവ മാത്രമേ എനിക്കുള്ളൂ. അവനില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതമില്ല. എൻ്റെ ജീവൻ തന്നും ഞാൻ മുതലാളിയെ സഹായിക്കും, ചാമുണ്ടി അറിയിച്ചു. എനിക്ക് സമാധാനമായി. അപ്പോൾ തന്നെ മോഹനവർമ്മ ഒരു വൻ തുകയ്ക്കുള്ള ചെക്ക് ചാമുണ്ടിയെ ഏൽപ്പിച്ചു. അവർ ഇവിടെ നിന്നും കൃത്യം 9 മണിക്ക് പുറപ്പെടും. 10 മിനിറ്റ് നേരത്തെ പർച്ചേസ് അവർക്കുണ്ടാവാം. സുന്ദരി എന്നു പേരുള്ള അതിസുന്ദരിയായ പെണ്ണ് ശ്രാവണപുരിയിൽ എത്തരുത്. ഇനി ചാമുണ്ടി പോയിക്കോളൂ, മോഹനവർമ്മ അറിയിച്ചു. കൃത്യം 1 മണിക്ക് തന്നെ മോഹനവർമ്മ ദിലുവിനെയും സുന്ദരിയെയും യാത്രയാക്കി. നാളെ വെളുപ്പിന് നമുക്ക് സൂര്യക്ഷേത്രത്തിൽ വെച്ച് കാണാം. യാത്ര സുഖമായിരിക്കട്ടെ. കാർ പുറപ്പെട്ടപ്പോൾ മോഹനവർമ്മ ആശംസിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം അവരുടെ യാത്ര ആനന്ദകരമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു വളവ് തിരിയവേ ഭാരവും കയറ്റി വന്ന ഒരു കൂറ്റൻ ലോറി എതിരിൽ നിന്നും നിയന്ത്രണം വിട്ടെന്നോണം അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. അത്രയൊന്നും വീതിയില്ലാത്ത റോഡ്. ഒരു വശത്ത് കുത്തനെയുള്ള കൊക്കയാണ്. അരമതിലുണ്ടെങ്കിലും നീങ്ങാവുന്നതിൽ ഒരു പരിധിയുണ്ട്. ലോറി കാറിൻ്റെ നേർക്കാണ് കുതിച്ചെത്തുന്നത്. ദിലു പലതവണ കാർ വെട്ടിച്ചു. കാറിനെ രക്ഷിക്കാൻ എന്നോണം ലോറിയിലെ ഡ്രൈവറും വണ്ടി വെട്ടിത്തിരിക്കുന്നുണ്ട്. തൻ്റെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടിരിക്കുന്നു എന്ന് അയാൾ ദിലുവിൻ്റെ നേർക്ക് ആംഗ്യം കാട്ടി. അവസാന ശ്രമം എന്നോണം ദിലു എതിർവശത്തേക്ക് വണ്ടി തിരിച്ചതും ഒരു സ്ഫോടന ശബ്ദത്തോടെ ലോറി കാറിൽ വന്നിടിച്ചു കഴിഞ്ഞു. ലോറി കാറിൽ വന്നിടിച്ചതും ഡ്രൈവിംഗ് സീറ്റിനരികിലുള്ള വാതിൽ പൊട്ടിത്തുറന്ന് ദിലു ദൂരേക്ക് തെറിച്ചുപോയതും ഒരുമിച്ചായിരുന്നു. വീഴ്ചയുടെ ശക്തിയിൽ കുറേ നിമിഷങ്ങളിലേക്ക് അവന് വീണിടത്തു നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. തല മരവിച്ചു പോയിരുന്നു. അല്പം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാർ ആളി കത്തുന്നതാണ് കണ്ടത്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഓടി വരണേ, അവൻ ആവുന്നത്ര ഉച്ചത്തിൽ നിലവിളിച്ചു. അടുത്ത ക്ഷണം അവൻ വീണ്ടും കുഴഞ്ഞു താഴെ വീണു. പിന്നീട് ഉണർന്നപ്പോൾ ഏതോ നഴ്സിംഗ് ഹോമിൻ്റെ കിടക്കയിലായിരുന്നു. ചുറ്റും പരിഭ്രാന്തരായ മുഖങ്ങൾ. കൂട്ടത്തിൽ അച്ഛൻ മോഹനവർമ്മയുമുണ്ട്. ഞാൻ എവിടെയാണ്? അവൻ വളരെ പതുക്കെ അച്ഛനോട് ചോദിച്ചു. ആശുപത്രിയിലാണ്. കൂടുതൽ സംസാരിക്കേണ്ട. ശരീരം ഇളക്കുകയും അരുത്. തലയ്ക്ക് പരിക്കുണ്ട്. വലത് കാലിൽ പ്ലാസ്റ്ററുമുണ്ട്. പറഞ്ഞത് മോഹനവർമ്മ പുറത്തേക്ക് നടന്നു. ദിലുവിന് സുന്ദു എവിടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതിനു മുമ്പേ അച്ഛൻ പോയി കഴിഞ്ഞു. ചുറ്റുമുള്ള മുഖങ്ങളിൽ പരിചയമുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവതി അരികിലെത്തി. ദിലുവിൻ്റെ പൾസ് പരിശോധിച്ചു. ദിലു അവളോട് ചോദിച്ചു, എൻ്റെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി എവിടെ? ഒരു ഞെട്ടലിൽ അവൾ ദിലുവിനെ നോക്കി. ഒന്നും മനസ്സിലായില്ല എന്ന ഭാവം. ആക്സിഡൻറ്റിൽ എൻ്റെയൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, ദിലു വിശദമാക്കി. അപ്പോഴും അത്ഭുതം പ്രകടമാക്കിയതല്ലാതെ അവൾ മറുപടി നൽകിയില്ല. അതോടെ ദിലു നിരാശനായി, നിശബ്ദനും. സുന്ദുവിനെ എന്തെങ്കിലും അപകടം പിണഞ്ഞിരിക്കുമോ? അവൾ എവിടെയാണ്? ആരോടാണ് ഇനി ചോദിക്കുക? ശരീരം അനക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. എങ്കിലും തൻ്റെ പരിക്കുകൾ അച്ഛൻ സൂചിപ്പിച്ചത്ര ഗുരുതരമല്ലെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ഉദാസീന ഭാവം അത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ സുന്ദു തൻ്റെ കാര്യത്തിൽ ഉള്ളത്ര ശ്രദ്ധ അച്ഛൻ അവളോട് കാണിച്ചെന്ന് വരില്ല. അച്ഛൻ ഒരുപക്ഷെ ഈ അവസരം അവൾക്കെതിരെ വിനിയോഗിക്കാൻ ശ്രമിച്ചെന്നും വരാം. എന്തു ചെയ്യും? സ്വന്തം കാര്യം നോക്കാൻ പോലും താനിപ്പോൾ അശക്തനാണ്. സുന്ദു കാറിനുള്ളിലായിരുന്നു. കാർ കത്തി അമരുന്നത് താൻ കണ്ടതാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല. എങ്ങനെയാണാവോ കാറിന് തീ പിടിച്ചത്? ഏതായാലും ആ ലോറി ഡ്രൈവർ അപകടം ഒഴിവാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചത് ഓർക്കുന്നു. അയാളായിരിക്കാം തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. സുന്ദുവിനെയും അയാൾ രക്ഷപ്പെടുത്തിയിരിക്കുമോ? അതോ സുന്ദു? അത് ഓർക്കാൻ വയ്യ. ദിലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ വല്ലാത്ത ഭാരം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു.
സുന്ദരി അപ്പോൾ മറ്റൊരു പേവാടിലെ കിടക്കയിൽ ബാൻഡേജുകൾ കൊണ്ട് അടിമുടി പുതിയപ്പെട്ട് കിടക്കുകയായിരുന്നു. കണ്ണുകൾ പോലും മൂടിക്കെട്ടിയിരിക്കുകയാണ്. ശ്വാസോച്ഛ്വാസത്തിനായി മൂക്കിൻ്റെ സ്ഥാനത്ത് ഒരു ചെറു വിടവ് മാത്രം ഇട്ടിട്ടുണ്ട്. ബാക്കി ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ബാൻഡേജുകളുടെ പൊതിച്ചിലിനുള്ളിലാണ്. എങ്കിലും അതിനുള്ളിൽ നിന്നും ജീവന്റെ തുടിപ്പ് പ്രകടമായിക്കൊണ്ടിരുന്നു. അത് മോഹൻവർമ്മയെ വല്ലാതെ അസ്വസ്ഥനാക്കി. വല്ലാത്തൊരു ജീവനാണ് ആ പെണ്ണിൻ്റേത്. കൊന്നാലും ചാകാത്തവൾ. അതെ സാർ, മുറിച്ചാൽ മുറി കൂടുന്നവൾ തന്നെ. മോഹൻവർമ്മയുടെ പ്രിയപ്പെട്ടവനായ മാനേജർ സുബ്രഹ്മണ്യം പിന്താങ്ങി. ദിൽമോൻ കാറിൽ നിന്നും പുറത്തായ ഉടനെ ചാമുണ്ടി കാറിലേക്ക് പെട്രോൾ സ്പ്രേ ചെയ്ത് തീപിടുത്തം ഉണ്ടാക്കുകയായിരുന്നു. വളരെ സ്വാഭാവികമായാണ് അത് സാധിച്ചത്. എന്നാൽ ദിലുവിൻ്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഗ്രാമീണർ കുടങ്ങളിൽ വെള്ളവുമായി എത്തി തീകെടുത്താൻ തുടങ്ങി. എങ്ങനെയോ അവർ ആ പെണ്ണിനെ വലിച്ചെടുത്ത് കാറിന് പുറത്തിടുകയും ചെയ്തു. ജീവൻ പണയപ്പെടുത്തിയാണ് അവരത് ചെയ്തത്. ചാമുണ്ടിക്ക് അത് തടയാനൊക്കുമോ? പോരെങ്കിൽ ദിലുമോനും അബോധാവസ്ഥയിലായിരുന്നല്ലോ. എന്നാലും ഒരു കുഞ്ഞിനും സംശയമുണ്ടാക്കാതെ ആ പെണ്ണിനെ ഈ പരുവമാക്കാൻ ചാമുണ്ടിക്ക് കഴിഞ്ഞു. കാര്യമായ പരുക്കൊന്നും കൂടാതെ ദിലുമോനെ അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവനെ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ അവൾ ജീവനോട് രക്ഷപ്പെട്ടാൽ? അതായിരുന്നു മോഹനവർമ്മയുടെ വിഷമം. ഇല്ലെന്നേ, സുബ്രഹ്മണ്യൻ തൻ്റെ മുതലാളിയെ സമാധാനിപ്പിച്ചു. കുറേ നാൾ ഇങ്ങനെ കിടക്കും, പിന്നെ കണ്ണടയ്ക്കും. ഇവിടുത്തെ പ്രധാന ഡോക്ടറും പണത്തിൽ വീഴുന്നവനല്ല. അതാണ് കുഴപ്പം. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വഴി കണ്ടേനെ. സാർ വിഷമിക്കേണ്ട, നമുക്ക് വഴി കണ്ടെത്താം. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും വിധത്തിൽ അവൾ രക്ഷപ്പെട്ടാലും അവളുടെ മുഖവും രൂപവും ഏതു വിധമായിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. ദിലുമോൻ അവളെ കണ്ടാൽ ഭയന്നോടും, സുബ്രഹ്മണ്യം പറഞ്ഞു. മോഹൻവർമ്മ വീണ്ടും ദിലുവിൻ്റെ മുറിയിലെത്തി. അച്ഛനു വേണ്ടി അവൻ കാത്തു കിടക്കുകയായിരുന്നു. അച്ഛ, എൻ്റെ സുന്ദ എവിടെയാണ്? പെട്ടെന്ന് മോഹൻവർമ്മയുടെ മുഖം കുനിഞ്ഞു. എന്തു മറുപടി പറയണമെന്നാണ് അയാൾ ആലോചിച്ചത്. ഒടുവിൽ ശ്രമപ്പെട്ട് കണ്ണുകൾ ഈറനാക്കിക്കൊണ്ട് മോഹൻവർമ്മ മുഖമുയർത്തി. മോഹൻ വിഷമിക്കരുത്. അവൾ മോഹൻവർമ്മയുടെ കണ്ടമിടറി. അവൾ പോയി മോനെ. എൻ്റെ സുന്ദു. ദിലുച്ചത്തിൽ ഏങ്ങലടിച്ചു. കരയാതെ മോനെ. മോഹൻവർമ്മ ദിലുവിൻ്റെ ശിരസിൽ തലോടി സാന്ത്വനിപ്പിച്ചു. തെറ്റ് ഈ അച്ഛൻ്റേതാണ്. എത്രയോ നേരത്തെ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരേണ്ടതായിരുന്നു. അന്നൊന്നും എനിക്കതിന് മനസ്സ് വന്നില്ല. ഞാൻ എൻ്റെ വാശിയിലും ദുരഭിമാനത്തിലും ഉറച്ചു നിന്നു. ഒടുവിൽ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന നിലവിലായി. അതോടെയാണ് ഞാൻ സമ്മതിച്ചത്. എനിക്ക് അങ്ങനെയൊരു മാനസാന്തരം ഉണ്ടാവാൻ ഒരുപാട് വൈകി. എൻ്റെ പിടിവാശിക്കും ദുരഭിമാനത്തിനും ഉള്ള ശിക്ഷയായിട്ടായിരിക്കാം അവസാന നിമിഷത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായത്. എൻ്റെ മോനൊരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ മോഹിച്ചു. എന്നാൽ നിന്റെ സങ്കടം കാണാനാവാം എൻ്റെ വിധി. എനിക്കിനി ഈ സ്വത്തും പണമൊക്കെ എന്തിനാണ്? ഒന്നും വേണ്ട. എൻ്റെ തെറ്റുകൾക്ക് ദൈവം എൻ്റെ മകനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മോഹൻവർമ്മ കണ്ണീർ തുറച്ചു. എൻ്റെ സുന്ദുവിൻ്റെ മൃതദേഹം എവിടെയാണച്ചാ സൂക്ഷിച്ചിരിക്കുന്നത്? അതേപ്പറ്റി എന്നോട് ചോദിക്കരുതേ മോനെ. കാറിൽ നിന്നും പുറത്തെടുക്കുമ്പോഴേ അവൾ മരിച്ചിരുന്നു. കത്തിയൊരുക്കിയ ആ മാംസപ്പിണ്ടം നീ കാണണ്ട മോനെ. എനിക്ക് കാണണം. ദിലു കരഞ്ഞു. നിർബന്ധമാണോ? അതെ. എങ്കിൽ ഞാൻ അതിന് അവസരമുണ്ടാക്കാം. ഉടനെ വേണം. ആ മൃതദേഹമെങ്കിലും ഒന്ന് കാണാതെ എനിക്ക് വയ്യ. ശരി, മോഹൻവർമ്മ സമ്മതിച്ചു. അയാൾ നേരെ പോയത് സുന്ദരിയെ കിടത്തിയിരുന്ന മുറിയിലേക്കാണ്. പാദപതനം കേട്ടപ്പോൾ അവൾ ചോദിച്ചു, ആരാണത്? മൂടിക്കെട്ടിയിരുന്ന ബാൻഡേജിനുള്ളിൽ നിന്നാണ് ശബ്ദം വന്നത്. ഞാൻ, മോഹൻവർമ്മ. എൻ്റെ ദിലു എന്തിയേ? അവൻ സുഖമായിരിക്കുന്നു. ഒന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരാമോ? ഇല്ല, നിങ്ങൾ തമ്മിൽ ഇനി യാതൊരു ഇടപാടും പാടില്ല. അതെന്താ? ഇതൊരു കരച്ചിലായിരുന്നു. അവൻ ഇനി നിന്നെ കണ്ടാൽ വെറുക്കും. ഇല്ല, എൻ്റെ ദില്ലൻ ഒരിക്കലും എന്നെ വെറുക്കില്ല. ഉവ്വ്, അവൻ നിന്നെ വെറുക്കുകയും അറക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് അവനിനി യാതൊരു പ്രയോജനവുമില്ല. നിന്റെ മുന്നിൽ ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ദിലുവിൻ മോൻ്റെ കണ്ണെത്താത്ത എവിടെയെങ്കിലും പോയി ജീവിക്കുക. അവനെ വേണമെന്ന് നീ ശാഠ്യം പിടിച്ചാൽ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് നിന്നെ എനിക്ക് വധിക്കേണ്ടി വരും. അതല്ല, ശാഠ്യമൊന്നും എടുക്കില്ലെങ്കിൽ നിന്നെ ഞാൻ ബോംബെയിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ നിരഞ്ജൻ എന്ന പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്തേക്ക് അയക്കാം. അയാൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. ബാൻഡേജിനുള്ളിൽ നിന്നും മറുപടി വന്നില്ല. നീ എന്ത് പറയുന്നു? മോഹൻവർമ്മ ചോദിച്ചു. എനിക്ക് എൻ്റെ ദില്ലനെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നിനക്ക് ജീവിക്കേണ്ട അല്ലേ? സുന്ദരി വീണ്ടും നിശബ്ദയായി. ഇയാൾ എന്തിനും മടിക്കാത്തവനാണ്. വിശേഷിച്ചും ഈ അവസ്ഥയിൽ. കൊലപാതകത്തിൽ യാതൊരു ലക്ഷണവും കൂടാതെ ഇയാൾക്ക് തന്നെ വധിക്കാൻ കഴിയും. അതോടെ താൻ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടും. ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തനിക്ക് ദില്ലനെ കാണാനാവുമല്ലോ, അകലെ നിന്നെങ്കിലും. ഞാൻ ശാഠ്യം പിടിക്കില്ല. അകലെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, സുന്ദരി അറിയിച്ചു. മിടുക്ക്. നിനക്ക് ബുദ്ധിയുണ്ട്, മിടുക്കി. മോഹൻവർമ്മ തിരിഞ്ഞു നടന്നു. അന്ന് വൈകുന്നേരം ദിലുവിൻ്റെ മുറിയിലേക്ക് സുബ്രഹ്മണ്യം ഒരു ഉന്തുവണ്ടി ഉരുട്ടിക്കൊണ്ടുവന്നു. ഒപ്പം മോഹൻവർമ്മയും ഉണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ ഒരു ചെറിയ ശവപ്പെട്ടി പൂമാലകളും പുഷ്പചക്രങ്ങളും കൊണ്ട് അലങ്കരിച്ചു വെച്ചിരുന്നു. സുന്ദു, ശവപ്പെട്ടിയിലേക്ക് നോക്കി ദിലു കരഞ്ഞു. ഒരുക്കി കട്ടകെട്ടിയ മനുഷ്യ മാംസമാണ്. ഇതിൻ്റെ അടപ്പ് തുറക്കേണ്ട ആവശ്യമുണ്ടോ? സുബ്രഹ്മണ്യം ദിലുവിനോട് ചോദിച്ചു. വേണ്ട, വേണ്ട. ദിലു മുഖം പൂത്തി ആങ്ങലടിച്ചു. സുബ്രഹ്മണ്യം ഒളിക്കണ്ണിട്ട് മോഹൻവർമ്മയെ നോക്കി പുഞ്ചിരിച്ചു. ദിലു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകും മുമ്പേ വിദഗ്ധ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ അധികൃതരുടെ സമ്മതത്തോടെ മോഹൻവർമ്മ സുന്ദരിയെ സുബ്രഹ്മണ്യത്തോടൊപ്പം ഫ്ലൈറ്റിൽ ബോംബെക്ക് അയച്ചു.
സുബ്രഹ്മണ്യം മടങ്ങിയെത്തിയതും മോഹൻവർമ്മ ബോംബെയിലെ പ്രസിദ്ധ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഫ്ലൈറ്റിൽ അവിടെ എത്തിയ പെൺകുട്ടിയെക്കുറിച്ച് സുബ്രഹ്മണ്യം എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ട്, ഡോക്ടറുടെ പതിഞ്ഞ മറുപടി. അവളുടെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതി. അവൾക്ക് സംഭവിച്ച വൈരൂപ്യം അതേപടി തന്നെ ഉണ്ടാവണം. അവളെ മുമ്പ് കണ്ടവരാരും ഇനി കണ്ടാൽ തിരിച്ചറിയരുത്. മാത്രമല്ല, അവളെ കാണുന്നവർ ആരായാലും ഭയന്ന് മുഖം പൊത്തിക്കൊണ്ട് ഓടിയകലണം. ഡോക്ടർക്ക് മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ലാത്ത പ്രതിഫലമാണ് ഞാൻ തരിക. എത്ര വേണമെങ്കിലും ചോദിക്കാം. താങ്ക് യു. ഡോക്ടർ ശർമ്മ ഫോൺ വെച്ചു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു ഡോക്ടർ ശർമ്മയുടെ ബഹുനില മാളിക. ഏറ്റവും മുകളിലെ ഫ്ലാറ്റാണ് അദ്ദേഹം സ്വന്തം വസതിയായി ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള നിലകളിൽ ശർമാസ് ബ്യൂട്ടി ക്ലിനിക് പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഒരുപോലെ അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ നിരഞ്ജൻ ശർമ്മ. ഇന്ത്യയിലെ ചില സിനിമാ താരങ്ങൾ സൗന്ദര്യ ചികിത്സയ്ക്കായി വിദേശങ്ങളിലേക്ക് പറക്കുമ്പോൾ വിദേശ ധനികർ തങ്ങളുടെ യൗവനം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുമായി നിരഞ്ജൻ ശർമ്മയെ തേടിയെത്തുന്നു. ഡോക്ടർ ശർമ്മ ഒരിക്കലും തൻ്റെ പേഷ്യൻസിനോട് റേറ്റ് പറയാറില്ല, ബാർഗെയിൻ ചെയ്യാറില്ല. ശർമ്മയുടെ ചികിത്സയ്ക്ക് എത്തുന്നവർ എല്ലാവരും തന്നെ സമ്പന്നരാണ്. അതുകൊണ്ട് ആവശ്യപ്പെടാതെ അവർ അദ്ദേഹത്തിന് വാരിക്കോരി കൊടുക്കുന്നു. തങ്ങൾക്ക് ഏറ്റവും മുന്തിയ ചികിത്സ ലഭിക്കാൻ പ്രതിഫലത്തുക ഉയർത്തി ശർമ്മയെ സന്തോഷിപ്പിക്കാനാണ് ഓരോരുത്തരും ശ്രമിച്ചത്. പ്രതിഫലത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് സ്ഥിരം മറുപടിയുണ്ട്: എൻ്റെ ക്ലിനിക്കിന് വേണ്ടി നിങ്ങളുടെ കഴിവിനൊത്ത് എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയാണ് ഒരു വാടക ഫ്ലാറ്റിൽ ആരംഭിച്ച ക്ലിനിക്ക് ഇപ്പോഴത്തെ ശർമാസ് ബ്യൂട്ടി ക്ലിനിക്കായി തീർന്നത്. അത്യാധുനികമായ എല്ലാ സൗന്ദര്യ ചികിത്സാ രീതികളും ശർമ്മയുടെ ക്ലിനിക്കിൽ പ്രയോഗിക്കപ്പെടുന്നു. വിദേശങ്ങളിലെ ഏറ്റവും മികച്ച ക്ലിനിക്കുകളേക്കാൾ പെരുമ നേടിയതായിരുന്നു ശർമ്മയുടെ ക്ലിനിക്ക്. ഒരു പ്രഗത്ഭ പ്ലാസ്റ്റിക് സർജൻ എന്നതിലുപരി അദ്ദേഹം ഒരു അത്ഭുത കലാകാരനാണ്. 40 പിന്നിട്ട ഒരു ഹിന്ദി സിനിമാ താരം ഫീൽഡ് ഔട്ടായിട്ടും ഇന്നും 20-കാരിയുടെ ലാവണ്യത്തോടെ മിനിസ്ക്രീനിലെ പരമ്പരകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ശർമാസ് ക്ലിനിക്കിൻ്റെ ഒരു ഫ്ലാറ്റ് അവർ സമ്മാനിച്ചതാണ്. വിദേശിയും കോടീശ്വരനുമായ ഒരു ചെറുപ്പക്കാരനെ തീർത്താൽ തീരാത്തൊരു കിറുക്ക്. അയാൾക്ക് താൻ ആരാധിക്കുന്ന ശക്തനും സുമുഖനുമായ ഒരു പ്രോജ്വല കായിക താരത്തിൻ്റെ മുഖച്ഛായ സ്വന്തമാക്കണം. യുവസുന്ദരിമാർ പൂജിക്കുന്ന വിഗ്രഹമാണ് പ്രസ്തുത താരം. അയാൾ കൂടുന്നിടത്തെല്ലാം ഓട്ടോഗ്രാഫുകളുമായി ചെറുപ്പക്കാർ ഇടികൂടുന്നു. സ്വപ്നത്തിലെങ്കിലും അയാളെ തങ്ങളുടെ കിടക്കയിലെത്തിക്കാൻ മദാലസകൾ പ്രത്യേകം ചെയ്യുന്നു. കായിക താരത്തിൻ്റെ ഇമേജിൽ ഭ്രമം തോന്നാതിരിക്കുന്നതെങ്ങനെ? തന്നെ കണ്ടാൽ ആ കായിക താരമാണോ എന്ന് ജനം സംശയിക്കണം. അതായിരുന്നു വിദേശ യുവാവിൻ്റെ ആവശ്യം. ഡോക്ടർ ശർമ്മയുടെ ചികിത്സ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ മുഖം ആകെ മാറിയിരുന്നു. ഫുൾ സ്യൂട്ടിൽ സ്വന്തം നാട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ കായിക താരത്തിൻ്റെ ആരാധകർ തടിച്ചുകൂടി. യഥാർത്ഥ കായിക താരം ഒടുവിൽ ചെറുപ്പക്കാരനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ചെറുപ്പക്കാരൻ്റെ നെറ്റിയിൽ അയാളുടെ പേര് പച്ചകുത്തി പ്രശ്നം പരിഹരിക്കാൻ കോടതി വിധിയായി. എങ്കിലും കായിക താരത്തെ അടുത്ത് കാണാൻ നിവൃത്തിയില്ലാത്ത ആരാധക ഭ്രാന്തർ ചെറുപ്പക്കാരനെ കണ്ടും തൊട്ടും തലോടിയും കാൽ തൊട്ട് വണങ്ങിയും സായുജ്യമടഞ്ഞു. ലോകത്തിൽ ലഭ്യമായ എല്ലാ സൗന്ദര്യ ശസ്ത്രക്രിയോപകരണങ്ങളും ശർമാസ് ക്ലിനിക്കിൽ എത്തിച്ചത് ഒരു വിദേശി യുവാവാണ്. അതോടെ ഡോക്ടർ ശർമ്മയുടെ ചികിത്സ ലഭിക്കണമെങ്കിൽ അപേക്ഷ നൽകി വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടിലായി സൗന്ദര്യമോഹികൾ. അപേക്ഷകരുടെ സാമ്പത്തിക നില ഡോക്ടർ ശർമ്മ പരിഗണിക്കാറില്ല. എങ്കിലും സമ്പന്നരായിരുന്നു ഏറെയും. എന്നാൽ 10 പേരെ ചികിത്സിക്കുമ്പോൾ അവരിൽ ഒരാൾ യാതൊരു പ്രതിഫലവും തരാൻ ശേഷിയില്ലാത്തവനായിരിക്കണമെന്ന് ഡോക്ടർ ശർമ്മയ്ക്ക് നിർബന്ധമുണ്ട്. ആ വ്യക്തി യഥാർത്ഥമായും സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാണോ എന്ന് തിരക്കി അറിയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. മനുഷ്യമുഖത്തും ശരീരത്തിലും ഏതുവിധ മാറ്റവും വരുത്താൻ കഴിവുള്ള ഡോക്ടർ ശർമ്മ വിരൂപിയെ സുന്ദരിയാക്കും, വൃദ്ധനെ യുവാവാക്കും, പുരുഷനെ സ്ത്രീയാക്കും, സ്ത്രീയെ പുരുഷനാക്കും, കഷണ്ടിക്കാരനിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തി സമൃദ്ധിയേറിയ മുടിയുള്ളവനാക്കും, രോമശല്യം കൊണ്ട് കഷ്ടപ്പെടുന്ന സുന്ദരിയെ ആ തീരശാപത്തിൽ നിന്നും രക്ഷിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ കൊതിക്കുന്ന പല അസാധ്യ കാര്യങ്ങളും ശർമ്മ സാധിച്ചു തരും. പക്ഷേ അദ്ദേഹം ചില എത്തിക്സ് സൂക്ഷിക്കുന്നു. ഒരിക്കലും ഒരു സുന്ദരിയെ വിരൂപയാക്കില്ല. കാരണം അദ്ദേഹം ഒരു സൗന്ദര്യ ആരാധകനാണ്. കുട്ടിക്കാലം തൊട്ടേ സൗന്ദര്യ വസ്തുക്കളെ ഇഷ്ടപ്പെടുകയും എന്തിനേയും സൗന്ദര്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ സൗന്ദര്യ ഭ്രമമാണ് അദ്ദേഹത്തെ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് ആകർഷിച്ചതും. വൃദ്ധനെ യുവാവാക്കുന്ന ആ മാന്ത്രികൻ ഒരിക്കലും ഒരു യുവാവിൻ്റെ ഒരു വയസ്സ് പോലും കൂട്ടാൻ ശ്രമിച്ചിട്ടില്ല. വാർദ്ധക്യം വ്യക്തികളെ എത്രമാത്രം ഒറ്റപ്പെട്ടവരും ദുഃഖിതരുമാക്കാറുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. 45-ലെത്തിയ അദ്ദേഹത്തിന് വയസ്സാകുന്നതിൻ്റെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അദ്ദേഹം ഇന്നും അവിവാഹിതനാണെന്നാണ് മറ്റൊരു പ്രത്യേകത. വീട്ടുകാരുടെ എതിർപ്പ് മൂലം തകർന്നുപോയ ഒരു പ്രേമമാണ് അതിൻ്റെ കാരണമെന്ന് കേൾക്കുന്നു. ഡോക്ടർ അതേപ്പറ്റി ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ക്ലിനിക്കിലെ എല്ലാ ജോലിക്കാർക്കും ഡോക്ടർ ശർമ്മ ദൈവത്തെ പോലെയാണ്. അവർ ആഗ്രഹിക്കുന്ന ശമ്പളവും സ്വാതന്ത്ര്യവും ശർമാസിൽ നിന്നും ലഭിക്കുന്നു. ലക്ഷങ്ങളുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യവസായ പ്രമുഖനായ മോഹൻവർമ്മയുടെ മാനേജർ സുന്ദരിയുടെ കേസുമായി വന്നപ്പോൾ ആദ്യം നിരസിക്കാനാണ് ഡോക്ടർ ശർമ്മയ്ക്ക് തോന്നിയത്. എൻ്റെ ചികിത്സ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 2 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും, അദ്ദേഹം അറിയിച്ചു. അങ്ങനെ പറയരുത് ഡോക്ടർ. അങ്ങേക്ക് ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ്. വർമാജിയുടെ മകനെ ആ തെണ്ടി പെണ്ണ് കറക്കിയെടുത്തു. അപ്പോഴാണ് ദൈവകൃപയെന്നോണം ആക്സിഡൻ്റായി അവളുടെ ദേഹം മൊത്തം കത്തിക്കരിഞ്ഞത്.
എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്? തികച്ചും സ്വാഭാവികമായ ഒരു മോട്ടോർ ആക്സിഡന്റ്, അത്രയേ ഉള്ളൂ. കത്തിക്കരുവാളിച്ച ആ ശരീരം മൊത്തം ബാൻഡേജുകൾ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ്. ചില ഭാഗങ്ങൾ രഹസ്യമായി തുറന്നു നോക്കിയപ്പോൾ മാംസം ഇറുന്നു തൂങ്ങിക്കിടക്കുന്നതായാണ് കണ്ടത്. എന്നിട്ടും അവളുടെ ആയുസ്സിന് യാതൊരു തകരാറുമില്ല. വല്ലാത്തൊരു ജന്മം. ദൈവത്തിന് നന്ദി പറയുകയല്ലേ വേണ്ടത്. അതെങ്ങനെ? അവളൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്നായി വർമാജിക്ക്. ഓഹോ. കാര്യങ്ങൾ വ്യക്തമായപ്പോൾ ഡോക്ടർ ശർമ്മയ്ക്ക് ആ തെരുവ് പെണ്ണിനോട് സഹതാപമായി. അപ്പോൾ ഞാനിനി അവളെ ചികിത്സിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചികിത്സിച്ചാലും ഇല്ലെങ്കിലും കുറച്ചു നാളെങ്കിലും അവളെ അങ്ങയുടെ ക്ലിനിക്കിൽ അഡ്മിറ്റാക്കണം. ബോംബെയിൽ ഡോക്ടർ ശർമ്മയുടെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അഡ്മിറ്റാക്കിയിരിക്കുന്ന ആശുപത്രിയിൽ നിന്നും അവളെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ പോകുന്നത്. എങ്കിൽ ഞാൻ അവളെ വിദഗ്ധമായി ചികിത്സിക്കാം. ചികിത്സിച്ചോളൂ. അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നതിൽ വർമാജിക്ക് വിരോധമില്ല. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ വൈരൂപ്യം അതേപടി നിലനിൽക്കണം. വർമാജിയുടെ മോൻ അവളെ കണ്ടാൽ തിരിച്ചറിയരുത്. ആ രൂപം കണ്ടാൽ പയ്യൻ മുഖം പൊത്തിക്കൊണ്ട് ഓടണം. അപ്പോൾ വെറുതെ അവളെ ഇവിടെ അഡ്മിറ്റാക്കി ചികിത്സ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട എൻ്റെ സമയം പാഴാക്കണമെന്നാണോ പറയുന്നത്? ഡോക്ടർ വിഷമിക്കേണ്ട. പാഴാകുന്ന സമയത്തിന് കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങാം. ആ പെണ്ണിനെ ഇപ്പോഴത്തെ ആശുപത്രിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ വർമാജിയുടെ മോനും അവളും തമ്മിൽ ഇനിയും കാണും. വർമാജിയുടെ മോൻ അവളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവൾ ആ പയ്യനെ കണ്ടാൽ കുഴപ്പമാണ്. അവൾ മരിച്ചുപോയി എന്നാണ് വർമാജി മകനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയോ? ഡോക്ടർ ശർമ്മ മനസ്സിൽ ചിരിച്ചു. എങ്കിൽ അവളെ എത്രയും വേഗം എൻ്റെ അടുത്ത് എത്തിക്ക്, ഡോക്ടർ ശർമ്മ ആവശ്യപ്പെട്ടു. ഫ്ലൈറ്റിൽ ബോംബെയിലെത്തിയ സുന്ദരിയുടെ മൂടിക്കെട്ടിയ ശരീരം ഡോക്ടർ ശർമ്മ വിദഗ്ധമായി പരിശോധിച്ചു. കണ്ണുകളുടെ ഭാഗത്തെ ബാൻഡേജ് അഴിച്ചിരുന്നു. നല്ല തിളങ്ങുന്ന കണ്ണുകൾ. ഈ കണ്ണുകളെയാവും മോഹനവർമ്മ ഭയക്കുന്നത്. അയാളുടെ മകനെ ഇവളെ തിരിച്ചറിയാനായില്ലെങ്കിലും അവൾക്ക് ആ പയ്യനെ കാണാൻ കഴിയും. താൻ ആരെന്ന് അവൾ അവനോട് വിളിച്ചു പറഞ്ഞു നടക്കും. അതോടെ വർമ്മയുടെ ചതി വെളിച്ചത്ത് വരും. ചെക്കന് വാശിയാകും. ഏതായാലും വർമ്മ ഈ പെൺകുട്ടിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാതിരുന്നത് ഭാഗ്യം. സുന്ദരിയെ ക്ലിനിക്കിൻ്റെ ഏറ്റവും മുകൾ നിലയിലുള്ള തൻ്റെ വസതിയിലാണ് ശർമ്മ കിടത്തിയത്. അവൾക്കുള്ള ചികിത്സ രഹസ്യമായിരിക്കാൻ ഉരുക്കിപ്പോയ ആ ശരീരത്തിന് മുന്നിൽ നിന്ന് ഡോക്ടർ നിരഞ്ജൻ ശർമ്മ ചില പ്രതിജ്ഞകളെടുത്തു. ഈ വൈരൂപ്യം ഞാൻ തുടച്ചു മാറ്റും. പഴയതിലും അധികം ഞാൻ ഇവളെ സുന്ദരിയാക്കും. അതിനായി തൻ്റെ മുഴുവൻ സമയവും ചെലവഴിക്കും. ആ പയ്യനെ കൊണ്ട് തന്നെ ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യിക്കും. ചികിത്സ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ശർമ്മ മോഹനവർമ്മയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ഐ ആം സോറി മിസ്റ്റർ വർമ്മ. വൈരൂപ്യം മാറ്റരുതെന്നല്ലാതെ ആ പെൺകുട്ടിയുടെ ജീവന് തകരാറൊന്നും ഉണ്ടാകേണ്ടതില്ലെന്ന് താങ്കൾ എന്നോട് നിർദ്ദേശിച്ചിരുന്നല്ലോ. അവളെ എൻ്റെ മകനിനി കാണുകയോ കണ്ടാൽ തന്നെ തിരിച്ചറിയുകയോ ചെയ്യരുതെന്നേ എനിക്കുള്ളൂ. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇന്നലെ രാത്രിയിൽ അവൾ മരിച്ചു. താങ്കൾ സോറി പറയേണ്ട കാര്യമേ ഇല്ല. അവളെ തട്ടിക്കളയാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് വിചാരിക്കുമെന്ന് ഭയന്നാണ് ഞാൻ അങ്ങനെ നിർദ്ദേശിക്കാതിരുന്നത്. സ്വയം അറിയാതെയാണെങ്കിലും താങ്കളാണ് എന്നെ തുണച്ചത്. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്ന ദൈവം. താങ്കൾ ആവശ്യപ്പെടുന്നതാണ് താങ്കൾക്കുള്ള പ്രതിഫലം. താങ്ക് യു മിസ്റ്റർ ശർമ്മ. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയും പൊട്ടിച്ചിരിച്ചു. പ്രിയപ്പെട്ട പെൺകുട്ടി, ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സുന്ദരിയെ വിളിച്ചു. ദയയും വാത്സല്യവും കലർന്ന ആ സ്വരം ബാൻഡേജിനുള്ളിലെ തിളങ്ങുന്ന കണ്ണുകളെ നനയിച്ചു. യാതൊരു കാരണവശാലും നീ വിഷമിക്കരുത്. നീ മരിച്ചുപോയതായി മിസ്റ്റർ മോഹൻവർമ്മയെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നിന്നെ ഉപദ്രവിക്കാനോ കൊല്ലാനുമുള്ള ശ്രമം അയാൾ ഉപേക്ഷിച്ചേക്കുമെന്ന് തോന്നുന്നു. ഞാൻ മരിച്ചുവെന്നറിയുമ്പോൾ എൻ്റെ ദില്ലൻ. സുന്ദരി ആങ്ങലടിച്ചു. നീ മരിച്ചുപോയെന്ന് വളരെ നേരത്തെ തന്നെ മോഹൻവർമ്മ അവനെ അറിയിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് നിന്നെ അയാൾ നാട്ടിൽ നിന്ന് ബോംബെക്ക് പാക്ക് ചെയ്തത്. നിന്നെ കൊല്ലണമെന്ന് അയാൾക്ക് നിർബന്ധമില്ലെങ്കിലും നിനക്ക് സംഭവിച്ച വൈരൂപ്യം അല്പം പോലും നീക്കം ചെയ്യരുതെന്ന് അയാൾ ശഠിച്ചിരുന്നു. നിന്നെ ആ പയ്യൻ ഇനി ഒരിക്കലും തിരിച്ചറിയരുതെന്ന്. എന്നെ കണ്ടാൽ എൻ്റെ ദില്ലൻ ഇനി ഒരിക്കലും തിരിച്ചറിയില്ലേ ഡോക്ടർ? നിന്നെ പഴയ സുന്ദരിയാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. തുടർച്ചയായ ചില ശസ്ത്രക്രിയകളിലൂടെ അത് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എൻ്റെ ദില്ലനെ എനിക്ക് തിരിച്ചു കിട്ടും അല്ലേ ഡോക്ടർ? തീർച്ചയായും. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം. ഡോക്ടർ അങ്ങൊരു വലിയ മനുഷ്യനാണ്. മനുഷ്യനെന്ന് പറഞ്ഞാലും പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. അങ്ങനെയൊന്നും പറയരുത് കുട്ടി. നിന്നെ രക്ഷിക്കാൻ ദൈവത്തിനെ കഴിയൂ. ഞാനൊരു ശ്രമം നടത്തുന്നുവെന്ന് മാത്രം. അത് വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. നീ പ്രാർത്ഥിക്കുക. ഞാൻ സദാ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടർ. ബോധമുള്ള നിമിഷങ്ങളിലെല്ലാം എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എൻ്റെ പഴയ മുഖം തിരിച്ചു കിട്ടണമേ എന്ന്. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ പുഞ്ചിരിച്ചു. സ്നേഹപൂർവ്വം ബാൻഡേജിൻ്റെ ചുമൽ ഭാഗത്ത് തട്ടി. ഘട്ടം ഘട്ടമായാണ് ഡോക്ടർ ശർമ്മ വിഷമം പിടിച്ച ആ ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടങ്ങളിൽ പൊള്ളലേറ്റ ഇതര ശരീരഭാഗങ്ങൾ സാധാരണ രീതിയിലാക്കുക. ഏറ്റവും ഒടുവിൽ മുഖവും. മുഖത്തെ ശസ്ത്രക്രിയയ്ക്കായിരിക്കും ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത്. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ ചികിത്സാലയത്തിൻ്റെ ഏറ്റവും മുകൾ നിലയിലെ സ്വകാര്യ മുറിയിലായിരുന്നു സുന്ദരിയെ താമസിപ്പിച്ചിരുന്നത്. ചികിത്സ അങ്ങേയറ്റം രഹസ്യവുമായിരുന്നു. ഇടയ്ക്കെല്ലാം മോഹൻവർമ്മ ഡോക്ടർ നിരഞ്ജൻ ശർമ്മയെ ഫോണിൽ വിളിക്കും. ഡോക്ടർ, താങ്കൾക്ക് നൽകേണ്ട പ്രതിഫലം എത്രയെന്ന് ഇനിയും അറിവായിട്ടില്ല. എത്രയും വേഗം അത് തരണമെന്ന് ആഗ്രഹമുണ്ട്. ദയവായി താങ്കളുടെ റേറ്റ് എത്രയെന്ന് അറിയിക്കുക. ദയവായി അല്പസമയം കൂടി എനിക്ക് തരണം. ശാന്തമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനം അധികം വൈകാതിരുന്നാൽ ഉപകാരമായിരുന്നു.
മോഹൻവർമ്മയിൽ നിന്നും ഈടാക്കേണ്ട പ്രതിഫലത്തെക്കുറിച്ച് ഡോക്ടർ ശർമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സുന്ദരിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാവാറായി. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. സുന്ദരി ഏതു നേരവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു. അതിനിടയിൽ ദിലു വീടിനടുത്തുള്ള കടൽക്കരയിൽ സുന്ദരിയുടെ ചിത്രം പ്രതിഷ്ഠിച്ച ഒരമ്പലം പണി കഴിപ്പിച്ചിരുന്നു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മോഹൻവർമ്മ പുറമെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഏതായാലും ആ പെണ്ണ് മരിച്ചു. കുറേ നാൾ കഴിയുമ്പോൾ ദിലു അവളെ മറക്കും, അല്ലെങ്കിൽ മറക്കാനുള്ള സാഹചര്യം താൻ സൃഷ്ടിക്കും. അതുകൊണ്ട് തൽക്കാലം അവൻ്റെ ഇഷ്ടങ്ങളെ തടയേണ്ടതില്ലെന്ന് വർമ്മ തീരുമാനിച്ചു. ദിലു സുന്ദരിയെ മറക്കണമെങ്കിൽ മറ്റൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ദിലുവിനെ സംബന്ധിച്ചിടത്തോളം അവനായി കാത്തിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട്. IG മഹേഷ് വർമ്മയുടെ മകൾ വന്ദന. ദിലുവിനെ കൊണ്ട് വന്ദനയെ വിവാഹം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ പണികൾ മുഴുവൻ ചെയ്തത്. ദിലുവും സുന്ദരിയുമായുള്ള ബന്ധവും അവളുടെ മരണവും ഇന്നല്ലെങ്കിൽ നാളെ വന്ദന അറിയും. ദിലു തന്നെ അത് തുറന്നു പറഞ്ഞെന്ന് വരും. താൻ അപ്പോൾ ചതിയനായെന്ന് വരും. അതുകൊണ്ട് താൻ തന്നെ അക്കാര്യം വന്ദനയെ അറിയിക്കുന്നതാണ് ഉചിതം. നാടകീയമായി ഈ വിഷയം അവതരിപ്പിച്ച് അവളെ പാട്ടിലാക്കണം. തൽക്കാലം മഹേഷ് വർമ്മയെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയാം. ദിലുവിനെ അവൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ തൻ്റെ നിബന്ധനകളോട് അവൾ യോജിക്കാതിരിക്കില്ല. സുന്ദരി മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി ആ പഴയ ബന്ധത്തെ ഓർത്ത് അവൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല. യാദൃശ്ചികമെന്നോണമാണ് മോഹൻവർമ്മ ഒരു നാൾ മഹേഷ് വർമ്മയുടെ വീട്ടിലെത്തിയത്. മഹേഷ് വർമ്മയും ഭാര്യയും കേൾക്കാതെ മോഹൻവർമ്മ രഹസ്യമായി വന്ദനയോട് ചോദിച്ചു, മോളെ, എന്തേ അങ്ങോട്ടൊന്നും കാണുന്നില്ല? നിനക്ക് ഇടയ്ക്കെല്ലാം അങ്ങോട്ട് വന്നുകൂടെ? ദിലു പ്രകടമായ താല്പര്യക്കുറവ് കാണിച്ചതുകൊണ്ടായിരുന്നു വന്ദന ഒരു അകലം സൂക്ഷിച്ചത്. എന്നിട്ടും അവൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ വരാമെങ്കിൽ. അവൾ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. മോഹൻവർമ്മ വന്ദനയെയും കൂട്ടി കാറിൽ പട്ടണം ചുറ്റി. അവൾക്ക് വില കൂടിയ കുറേ ഉടുപ്പുകളും സമ്മാനങ്ങളും വാങ്ങിക്കൊടുത്തു. യാത്രക്കിടയിൽ മോഹൻവർമ്മ പറഞ്ഞു, മോളോട് അങ്കിളിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മോൾ അങ്കിളിനോട് പൊറുക്കണം. എന്താണെങ്കിൽ വന്ദനയ്ക്ക് ഉൾക്കണ്ട. മോൾ ക്ഷമിക്കുമെങ്കിലേ ഞാനത് പറയൂ. ശരി, മുൻകൂർ ക്ഷമിച്ചിരിക്കുന്നു. ദിലുവിനെ കൊണ്ട് മോളെ വിവാഹം ചെയ്യിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ മോളുടെ അച്ഛന് വാക്കും കൊടുത്തു. പക്ഷേ അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞിരുന്നില്ല. എന്ത് കാര്യം? ഞാൻ എങ്ങനെയാ അത് പറയുക? പറയുമെങ്കിൽ എൻ്റെ മകൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിൽപ്പെട്ടിരുന്നു. ഒരിക്കൽ അവളൊരു തെരുവ് പെണ്ണായിരുന്നു. പിന്നീട് അവൻ്റെ മ്യൂസിക് ട്രൂപ്പിലെ ഗായികയായി. അവൻ അവളെ സ്വന്തമാക്കണമെന്ന വാശിയിലായിരുന്നു. വന്ദനയുടെ മുഖം വാടി. ഞാൻ വളരെ ഉപദേശിച്ചു നോക്കി. അവൻ പിന്മാറിയില്ല. മോളുടെ അച്ഛന് നൽകിയ വാക്കായിരുന്നു എന്നെ ഏറെ വിഷമിപ്പിച്ചത്. മഹേഷ് വർമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ദിലുവിൻ്റെയും സുന്ദരി എന്ന പെൺകുട്ടിയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ. എന്നാൽ വിധി മറ്റൊരു രംഗമാണ് അരങ്ങേറിയത്. ഒരു കാർ ആക്സിഡൻറ്റിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. ദിലു രക്ഷപ്പെടുകയും ചെയ്തു. വന്ദനയിൽ വല്ലാത്ത നടുക്കമുണ്ടായി. കഷ്ടം എന്നവൾ അറിയാതെ പറഞ്ഞുപോയി. ദിലു ഇപ്പോൾ സുന്ദരിയുടെ വിചാരത്തിൽ മുഴുകി കഴിയുകയാണ്. അവന് ഇങ്ങനെയൊരു കഥയുണ്ടായത് മാപ്പാക്കാൻ മോൾക്ക് കഴിയുമെങ്കിൽ അവനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. നിന്റെ സ്നേഹത്തിന് അവനെ രക്ഷിക്കാൻ കഴിയും. നീ ഒരു ത്യാഗത്തിന് തയ്യാറായാൽ. വന്ദന മറുപടി പറയാതെ മുഖം കുനിച്ചിരുന്നു. ഏതായാലും സുന്ദരി മരിച്ചുപോയി. ദിലുവിനെ അവളെ മറക്കണമെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ സാന്നിധ്യം കൂടിയേ കഴിയും. അപ്പോഴും വന്ദന ശബ്ദിച്ചില്ല. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. പക്ഷേ അതിനു മുമ്പ് ദിലു സുന്ദരിയുടെ ഓർമ്മകളിൽ നിന്നും മടങ്ങി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ സൂക്ഷിക്കുന്നവൻ എന്ന കുറവ് അവനുണ്ട്. മോളത് മാപ്പാക്കുമെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ മോനെ രക്ഷിക്കണമെന്ന്. അങ്കിൾ വിഷമിക്കരുത്. വന്ദന മോഹൻവർമ്മയുടെ കൈത്തണ്ടയിൽ തൊട്ടു. മോഹൻവർമ്മയ്ക്ക് സന്തോഷമായി. മോൾ, നീ വിചാരിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. അങ്കിളിനും ദിലുവിനും വേണ്ടി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ്. എങ്കിൽ മോൾ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ദിലുവും സുന്ദരിയുമായി ഉണ്ടായിരുന്ന ബന്ധം നിന്റെ അച്ഛൻ അറിയരുത്. ഒരു പക്ഷേ മഹേഷിന് അത് മാപ്പാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിലൂടെ എൻ്റെ അച്ഛൻ ഒരിക്കലും ആ രഹസ്യം അറിയില്ല. ഞാൻ വാക്കുതരാം. അത് മതി എനിക്ക്. മോഹൻവർമ്മയ്ക്ക് തൃപ്തിയായി. അയാൾ ആഗ്രഹിച്ച പ്രകാരമെല്ലാം തന്നെ കാര്യങ്ങൾ വന്നു ചേർന്നിരുന്നു. കഴിയും വേഗം ദിലുവിൻ്റെയും വന്ദനയുടെയും വിവാഹം നിശ്ചയിക്കാനായിരുന്നു അയാളുടെ ശ്രമം. വന്ദന ദിലുവിനെ തേടി കായൽക്കരയിൽ സുന്ദരിക്ക് വേണ്ടി പണിത അമ്പലത്തിലെത്തി. ദിലു. സുന്ദരിയുടെ ചിത്രത്തിന് മുന്നിൽ കമിഴ്ന്നു കിടന്നിരുന്ന ദിലുവിനെ അവൾ വിളിച്ചുണർത്തി. ദിലു എഴുന്നേറ്റു. വന്ദനയെ അത്ഭുതത്തിൽ നോക്കി. ദിലു അമ്പരക്കേണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാം. എല്ലാം? അതെ. ആര് പറഞ്ഞു? ദിലുവിൻ്റെ അച്ഛൻ. സുന്ദരിയുമായുള്ള ബന്ധവും അതിനെ അച്ഛൻ എതിർത്തതും ഒടുവിൽ സംഭവിച്ചതുമല്ല. ദിലുവിൻ്റെ മുഖം കുനിഞ്ഞു. സാരമില്ല ദിലു. വന്ദന ദിലുവിൻ്റെ ചുമലിൽ കൈവച്ചു. ദിലു മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്ന വിവരം എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരിക്കലും ദിലുവിൻ്റെ പിന്നാലെ വരില്ലായിരുന്നു. വന്ദനയുടെ തൊണ്ടയിടറി. ദിലു വല്ലാതായി. എനിക്കറിയാം ദിലുവിന് സുന്ദരിയെ മറക്കാൻ കഴിയില്ല. മറക്കണമെന്ന് ഞാൻ പറയുകയുമില്ല. എന്നാൽ ദിലുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും അതിന് കുറവില്ല. ദിലുവിൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നുകൊണ്ട് സാന്ത്വനിപ്പിക്കാനെങ്കിലും എന്നെ അനുവദിക്കുക. അത്രയേ എനിക്ക് വേണ്ടൂ. ദിലു മറുപടി പറഞ്ഞില്ല. ഏതായാലും സുന്ദരി പോയി. ആ ഓർമ്മകൾ വിലപ്പെട്ടവ തന്നെ. എങ്കിലും ദിലുവിങ്ങനെ നിഷ്ക്രിയനായി കഴിയുന്നത് ശരിയല്ല. നെഞ്ചിലെ നീറിപ്പടരുന്ന നൊമ്പരത്തിൽ നിന്നും അല്പം ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും മ്യൂസിക് ട്രൂപ്പ് പുനരാരംഭിക്കണം.
പാട്ടുകാരി അല്ലെങ്കിലും പാട്ട് ഇഷ്ടപ്പെടുന്നവളാണ് ഞാൻ. എൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടാവും. പിന്നീട് വന്ദന സംസാരിച്ചത് സംഗീതത്തെക്കുറിച്ച് മാത്രമാണ്. ദിലുവിന് ആ സംഭാഷണത്തിൽ നിന്നും ഒഴിയാൻ കഴിയുമായിരുന്നില്ല. വന്ദന കൂടെ കൂടെ ദിലുവിനെ സന്ദർശിച്ചു. അവളുടെ സൗഹൃദവും ആത്മാർത്ഥമായ പരിചരണവും ദിലുവിനെ കുറേയൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഭാരതീയ പ്രവർത്തനം പുനരാരംഭിച്ചു. പരിപാടി നടക്കുന്ന ഹാളിൽ മുൻനിരയിൽ വന്ദനയും ഉണ്ടായിരുന്നു. ആദ്യത്തെ വിഷമം ഒന്ന് മാറിയപ്പോൾ ദിലുവിന് അനായാസന പ്രോഗ്രാമിൽ മുഴുകാൻ കഴിഞ്ഞു. അതിനിടയിൽ ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സുന്ദരിയുടെ മുഖത്തെ പ്രധാന ശസ്ത്രക്രിയ പൂർത്തിയാക്കി. ദിവസങ്ങൾക്ക് ശേഷം ബാൻഡേജുകൾ അഴിക്കപ്പെട്ടു. ഡോക്ടർ ശർമ്മ അത്ഭുതത്തോടും ആനന്ദത്തോടും കണ്ടു. അതിസുന്ദരിയായ പെൺകുട്ടി മനോഹരി. തൻ്റെ ശസ്ത്രക്രിയ 101% വിജയിച്ചിരിക്കുന്നു. സുന്ദരി, നീ ചെന്ന് കണ്ണാടി നോക്ക്. ഞാൻ നിൻ്റെ ദില്ലന് ടെലിഫോൺ ചെയ്യാൻ പോവുകയാണ്. ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടുകൊള്ളാൻ. നിന്നെ കണ്ടാൽ അവനിനി ഒരു നാളും നിന്നെ പിരിയില്ല, നിരഞ്ജൻ ശർമ്മ പറഞ്ഞു. സുന്ദരി ഡ്രസ്സിംഗ് റൂമിലെ നിലക്കണ്ണാടിക്ക് മുന്നിലേക്ക് ഓടി. എന്നാൽ നിലക്കണ്ണാടിക്ക് മുന്നിലെത്തിയ സുന്ദരി സ്തബ്ധയായി നിന്നു. കണ്ണാടിയിൽ കണ്ടത് മറ്റൊരു പെൺകുട്ടിയെയാണ്. മറ്റൊരു മുഖം. ഇത് സുന്ദരിയല്ല, ഇത് താനല്ല ഡോക്ടർ, അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. പിന്നെ കുഴഞ്ഞു താഴെ വീണു. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ ദിലുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പൂർത്തിയായതേയുള്ളൂ. പെട്ടെന്നാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് സുന്ദരിയുടെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നത്. സുന്ദരി ജീവിച്ചിരിക്കുന്നുവെന്നും പഴയ ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ട് ദിലുവിന് ഒരു ആനന്ദകരമായ ഞെട്ടൽ നൽകാനുള്ള പുറപ്പാടായിരുന്നു ഡോക്ടർ. ഡോക്ടർ, സുന്ദരി വീണ്ടും അലറിക്കരഞ്ഞു. ശർമ്മ ടെലിഫോൺ വച്ചിട്ട് അടുത്ത മുറിയിലേക്ക് ഓടി. നിലക്കണ്ണാടിക്ക് മുന്നിലെ കാർപ്പറ്റിൽ വീണ് കിടക്കുകയാണ് സുന്ദരി. സുന്ദരി! ഡോക്ടർ ശർമ്മ ഓടിയെത്തി അവളെ കോരിയെടുത്ത് കിടക്കയിൽ കിടത്തി. സുന്ദരി, എന്ത് പറ്റി നിനക്ക്? എന്തിനാ നീ കരയുന്നത്? ഞാനിതാ ഫോണിലൂടെ ദിലുവിന് വിവരം നൽകാൻ ഒരുങ്ങുകയായിരുന്നു. നീ ഇപ്പോൾ എത്ര സുന്ദരിയാണ്. ദിലു നിന്നെ തന്നെ വിവാഹം ചെയ്യും. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ഇല്ല ഡോക്ടർ, ഇല്ല ഡോക്ടർ. അവൾ കരച്ചിൽ തുടർന്നതേയുള്ളൂ. എന്തില്ല? എന്നെ ഇനി ഒരിക്കലും എൻ്റെ ദിലു സ്വീകരിക്കില്ല. എന്നെ കണ്ടാൽ അദ്ദേഹം തിരിച്ചറിയുക പോലുമില്ല. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് സുന്ദരി? നീ നിൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടില്ലേ? നീ ഇപ്പോൾ എത്ര സുന്ദരിയാണ്. സുന്ദരിയായിരിക്കാം, പക്ഷേ പറയൂ, എന്താണ് പക്ഷേ? ഉച്ചത്തിൽ കിതച്ചതല്ലാതെ സുന്ദരി മറുപടി പറഞ്ഞില്ല. സുന്ദരി, എന്താണ് പ്രശ്നമെന്ന് പറയൂ. ഡോക്ടർ ശർമ്മ അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, നിന്നെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് നീ കരയുകയാണോ? ഞാൻ ഇനി രക്ഷപ്പെടില്ല ഡോക്ടർ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സുന്ദരിയുടെ അതിസുന്ദരമായ കണ്ണുകളിലേക്ക് അത്ഭുതത്തിൽ നോക്കി. ഞാനിപ്പോൾ സുന്ദരിയല്ല ഡോക്ടർ. ഞാനിപ്പോൾ മറ്റാരോ ആണ്. സുന്ദരി! ഡോക്ടർ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അതെ ഡോക്ടർ, അവൾ ഏങ്ങലടിച്ചു. ഞാനിപ്പോൾ പഴയതിനും സുന്ദരിയായി തീർന്നിരിക്കാം. എന്നാൽ ഞാൻ പഴയ സുന്ദരിയല്ല. ഞാൻ ദിലുവിൻ്റെ സുന്ദരിയല്ല. ആ പഴയ മുഖവുമായി എനിക്ക് ഒരു സാമ്യവുമില്ല. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മുഖം വിളറി വെളുത്തു. കുട്ടി, നീ പറയുന്നത് സത്യമാണോ? സുന്ദരിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഞാൻ എന്തിനു നുണ പറയണം ഡോക്ടർ? പഴയ സുന്ദരിയായി തീർന്നിരുന്നുവെങ്കിൽ ഞാൻ ആഹ്ലാദം കൊണ്ട് തുള്ളി തിമിർക്കില്ലായിരുന്നോ? ദിലുവിനെ വിവരമറിയിക്കാൻ ഓടിയില്ലായിരുന്നോ? ദിലു ഉള്ള ലോകത്തിലേക്ക് പറക്കില്ലായിരുന്നോ? അപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ ശബ്ദം വിറച്ചു. സുന്ദരി ശബ്ദിച്ചില്ല. ഞാൻ ചെയ്തത് ഒരു കൊടും ക്രൂരതയായി പോയി. അപ്പോഴും അവൾ ശബ്ദിച്ചില്ല. രക്ഷിക്കുന്നതിന് പകരം ഞാൻ നിന്നെ ക്രൂരമായി ശിക്ഷിക്കുകയായിരുന്നു. സുന്ദരി മുഖം പൊത്തി ആങ്ങലടിച്ചു. നിന്റെ പഴയകാലത്തെ ചിത്രങ്ങളൊന്നും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അത് ആവശ്യമായും എനിക്ക് തോന്നിയില്ല. മുഖത്തെ ബോൺ കൺസ്ട്രക്ഷൻ അനുസരിച്ച് നിന്നെ പരമാവധി സുന്ദരിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. നീണ്ടുവിടർന്ന കണ്ണുകൾ, എള്ളിൻ പൂവ് പോലുള്ള മൂക്ക്, ഓറഞ്ചിൻ്റെ അല്ലികൾ പോലെയുള്ള അധരങ്ങൾ, അല്പം വളഞ്ഞ് ഉയർന്ന താടി. സുന്ദരി, നിന്നെപ്പോലൊരു സുന്ദരി വേറെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുതെന്ന് ഞാൻ മോഹിച്ചു. എന്നിലെ കലാകാരൻ്റെ മുഴുവൻ കഴിവും ശ്രദ്ധയും ഈ സർജറിയിൽ പ്രയോഗിച്ചു. എന്നിട്ടും ഞാൻ പരാജയപ്പെട്ടു. സുന്ദരിയിൽ നിന്നും അപ്പോഴും വേങ്ങലുകൾ മാത്രമേ പുറത്തു വന്നുള്ളൂ. പെട്ടെന്ന് ഡോക്ടർ നിരഞ്ജൻ ശർമ്മ മുറിവിട്ട് പോയി. അദ്ദേഹം സ്വന്തം മുറിയിലെത്തി. ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. വല്ലാത്ത കുറ്റബോധം, കടുത്ത നിരാശ. കുറേ ദിവസങ്ങളുടെ കഠിന പ്രയത്നത്തിന് ശേഷം സുന്ദരിയുടെ അത്യാഹ്ലാദം കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാം തെറ്റി. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പിശക് സംഭവിച്ചത്. സത്യത്തിൽ ഇത്തരം ഒരു കേസും ആദ്യമായിരുന്നു. സുന്ദരിയുടെ പഴയ മുഖം താൻ മുമ്പ് കണ്ടിരുന്നില്ല എന്നതാണ് കുഴപ്പം. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എങ്ങനെ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കും? അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. മരണത്തിന് തുല്യമാണത്. വളരെ സമയത്തിന് ശേഷം ഡോക്ടർ വീണ്ടും സുന്ദരിയെ കിടത്തിയിരുന്ന മുറിയിലെത്തി. സാരമില്ല കുട്ടി, കഴിഞ്ഞതെല്ലാം മറക്ക്. നീ പറഞ്ഞല്ലോ നീ സുന്ദരിയല്ലതായി തീർന്നിരിക്കുന്നെന്ന്. അതുകൊണ്ട് ഇനിമേൽ നീ സുന്ദരിയല്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. പിന്നെ ഞാൻ ആരാണ് ഡോക്ടർ? ഞാൻ ആരുമല്ലാതായി തീർന്നില്ല ഡോക്ടർ. സുന്ദരി തകരും വിധം കരഞ്ഞു. ഇല്ല മോളെ. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സുന്ദരിയുടെ ശിരസിൽ തലോടി. ഇന്നു മുതൽ നീ എൻ്റെ മകളാണ്. സുന്ദരി മരിച്ചുപോയി എന്ന് കരുതിയാൽ മതി. അതേ ഇനി നിവൃത്തിയുള്ളൂ. മോഹൻവർമ്മയുടെ മകനെ സ്നേഹിച്ചിരുന്ന സുന്ദരി എന്ന പെൺകുട്ടി ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് മരിച്ചു. പകരം അതേ ഓപ്പറേഷൻ ടേബിളിൽ ജന്മം കൊണ്ടവളാണ് നീ.
എൻ്റെ കത്തിയിലൂടെ രൂപം കൊണ്ട എൻ്റെ മകൾ, നിനക്ക് ഞാനൊരു പുതിയ പേര് നൽകുന്നു, മഞ്ജരി. ഇനി മുതൽ നീ മഞ്ജരിയാണ്, മഞ്ജരി ശർമ്മ, ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ. ഡോക്ടർ, സുന്ദരി വേദനയോടെ വിളിച്ചു. അരുതുകുട്ടി, നീ എന്നെ ഇനി ഡോക്ടർ എന്ന് വിളിക്കരുത്. എന്നെ നീ അപ്പ എന്ന് വിളിച്ചാൽ മതി. അവിവാഹിതനായ ഈ മധ്യവയസ്കന് ജനിച്ച മകളാണ് നീ. ഇനി സുന്ദരിയില്ല. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ മഞ്ജരിയേയുള്ളൂ. അപ്പ, അവൾ അറിയാതെ വിളിച്ചുപോയി. മഞ്ജരി, ഡോക്ടർ അവളുടെ ശിരസിൽ ചുംബിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ സ്വന്തം അച്ഛനും അമ്മയും ആരെല്ലാമാണ്? അവർ നിന്നെ തിരക്കി വരുമ്പോൾ ഞാൻ എന്തു പറയും? അതുമാത്രമാണിപ്പോൾ എൻ്റെ വിഷമം. ആ വിഷമം വേണ്ട, എനിക്ക് സ്വന്തം അച്ഛനും അമ്മയും ഇല്ല. പിന്നെ നിന്നെ വളർത്തി ഇതുവരെ എത്തിച്ചതാരാണ്? എൻ്റെ അപ്പ. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അപ്പ മാത്രമാണ്. 1 വർഷം മുമ്പ് ഒരു ദുഷ്ടൻ എൻ്റെ അപ്പാവെ കൊന്നു. ആരായിരുന്നു നിൻ്റെ അപ്പ? ഒരു പാവപ്പെട്ട പാട്ടുകാരനായിരുന്നു, കണ്ണു കാണാൻ വയ്യാത്തൊരു പാട്ടുകാരൻ. പുരന്ദർ ശർമ്മ എന്നായിരുന്നു അപ്പാവയുടെ പേര്. പുരന്ദർ ശർമ്മയോ? നിരഞ്ജൻ ശർമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. അതെ, പുരന്ദർ ശർമ്മ. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്? കാഞ്ചീപുരത്താണെന്നാണ് അപ്പ പറഞ്ഞിരുന്നത്. തെരുവിൽ പാട്ടുപാടിയാണ് അപ്പ ജീവിച്ചിരുന്നെങ്കിലും അപ്പയുടെ കുടുംബം പണക്കാരുടേതായിരുന്നു. അവിടെ ഡോക്ടർമാരും വക്കീൽമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പ ആയിരുന്നു തറവാട്ടിലെ ആദ്യത്തെ പാട്ടുകാരൻ. അപ്പോൾ ഒരു തെരുവ് പാട്ടുകാരിയെ കല്യാണം കഴിച്ച് വീട്ടിന് പുറത്തു പോന്നു. ക്രമേണ അപ്പായുടെ കണ്ണ് നഷ്ടമായി. അമ്മ മരിക്കുകയും ചെയ്തു. ഒടുവിൽ അപ്പായും എനിക്ക് നഷ്ടമായി. മോളെ, ഡോക്ടർ നിരഞ്ജൻ ശർമ്മ അവളെ ചേർത്ത് പിടിച്ചു. നീ ഇപ്പോൾ പുരന്ദർ ശർമ്മയുടെ മകളാണല്ലേ? അതെ. എൻ്റെ അപ്പാവെ അറിയുമോ? ഞാൻ നിൻ്റെ ചിറ്റപ്പനാണ് മോളെ. പുരന്ദർ ശർമ്മയുടെ അനുജൻ നിരഞ്ജൻ ശർമ്മ. ചിറ്റപ്പനോ? ഇതെൻ്റെ ചിറ്റപ്പനോ? അവൾക്ക് സന്തോഷം അടക്കവയ്യാതായി. വേണ്ട, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ ഇപ്പോൾ സുന്ദരിയല്ലല്ലോ, മഞ്ജരിയല്ലേ. നീ എന്നെ അപ്പ എന്ന് വിളിച്ചാൽ മതി. ഞാൻ നിൻ്റെ അപ്പായാണ്. നീ എൻ്റെ രക്തമാണ്, എൻ്റെ അണ്ണൻ്റെ രക്തം. നിനക്ക് അവകാശത്തോടെ എന്നെ അപ്പ എന്ന് വിളിക്കാം. അപ്പ. മഞ്ജരി നിരഞ്ജൻ ശർമ്മയുടെ നെഞ്ചിൽ മുഖം ചേർത്തു. അന്ന് രാത്രിയിൽ ഡോക്ടർ നിരഞ്ജൻ ശർമ്മ മോഹൻവർമ്മയെ ഫോണിൽ വിളിച്ചു. മിസ്റ്റർ മോഹൻവർമ്മ, ഞാൻ ഡോക്ടർ ശർമ്മയാണ്. ഓ, നിങ്ങളുടെ പ്രതിഫലനം ഇതുവരെയും സെറ്റ് ചെയ്തില്ലല്ലോ, ഇല്ലേ? അതെ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മകൻ്റെ കാമുകിയെ ഞാൻ എന്നേ ഒഴിവാക്കി കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ ശർമ്മ. നിങ്ങൾക്ക് എത്ര തുക വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. തുകയല്ല, ഡോക്ടർ ശർമ്മ അറിയിച്ചു. എനിക്കാവശ്യം നിങ്ങളുടെ മകനെയാണ്. എൻ്റെ മകനെയോ? അതെ മിസ്റ്റർ മോഹൻവർമ്മ. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്, മഞ്ജരി. അവളെ നിങ്ങളുടെ മകൻ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഡോക്ടർ, ഞാൻ മറ്റൊരാൾക്ക് സാരമില്ല, വാക്കല്ലേ, നമുക്കതങ്ങ് മാറ്റാം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കും അതറിയാം. സുന്ദരിയെ തട്ടിക്കളയാൻ ശ്രമിച്ച കഥയൊക്കെ എനിക്കറിയാം. അത് പുറത്തറിയരുതെന്നുണ്ടെങ്കിൽ, മറ്റ് പല രഹസ്യങ്ങളും പുറത്തറിയരുതെന്നുണ്ടെങ്കിൽ സാരമില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ ഫോൺ വെച്ചു. മോഹൻവർമ്മ ഒരു പ്രതിമ കണക്കെ നിശ്ചലമിരുന്നു പോയി. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പ്രയാസം. ആ സ്വരത്തിൻ്റെ മാർദ്ദവം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭീഷണിയുടെ ചുവയുള്ള വാക്കുകൾ. അതോ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തുടക്കമോ? ഡോക്ടർ നിരഞ്ജൻ ശർമ്മയ്ക്ക് പ്രതിഫലമായി തൻ്റെ മകനെ വേണമത്രേ. തൻ്റെ ദിലുമോനെ കൊണ്ട് അയാളുടെ മകളെ വിവാഹം ചെയ്യിക്കണമെന്ന്. ഒരിക്കലും ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. നിരഞ്ജൻ ശർമ്മ തൻ്റെ ദിലുവിനെ കണ്ടിട്ടേയില്ല. ഡോക്ടർ ശർമ്മയ്ക്ക് ഒരു മകളുള്ള കാര്യം തനിക്കും അറിയില്ലായിരുന്നു. തികച്ചും ആകസ്മികമായിരുന്നു ശർമ്മയുടെ അഭ്യർത്ഥന. ഇപ്പോൾ ഭയമാണ് തോന്നുന്നത്. ദിലുവിനെ കൊണ്ട് ശർമ്മയുടെ മകളെ വിവാഹം ചെയ്യിച്ചാൽ സമ്മതിക്കുന്നില്ല എങ്കിൽ സുന്ദരിയെ കൊല ചെയ്യാൻ ശ്രമിച്ചതായി തനിക്കെതിരെ തെളിവ് നൽകുമെന്നാണ് സൂചന. കരുതിക്കൂട്ടി കണിയിൽ പെടുത്തിയതുപോലെ. ഡോക്ടർ ശർമ്മയുടെ മകൾക്ക് വല്ല അംഗവൈകല്യമോ വൈരൂപ്യമോ മഹാരോഗമോ ഉണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ ഒരു വരനെ ചൂണ്ടയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുന്ദരിയെ കൊല ചെയ്യണമെന്ന് താൻ ഡോക്ടർ ശർമ്മയോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അവൾക്ക് സംഭവിച്ച വൈരൂപ്യവും അംഗവൈകല്യവും അതേപടി ഉണ്ടായിരിക്കണമെന്നതായിരുന്നു കരാർ. ദിലു അവളെ കണ്ടാൽ തിരിച്ചറിയരുത്. അവളെ മുമ്പ് കണ്ടിട്ടുള്ള ആരും തിരിച്ചറിയരുത്. കാണുന്നവർ മുഖം പൊത്തിക്കൊണ്ട് ഓടിയകലണം. എന്നാൽ ഭാഗ്യത്തിന് അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ താൻ സന്തോഷിക്കാനുണ്ടായത്. ഡോക്ടർ ശർമ്മയ്ക്ക് നന്ദി പറയാനും മടിച്ചില്ല. അതുകൊണ്ട് സുന്ദരിയുടെ മരണം താൻ ആഗ്രഹിച്ചിരുന്നെന്ന് അയാൾക്ക് വ്യാഖ്യാനിക്കാം. പ്രധാന കുഴപ്പം അതല്ല. സുന്ദരിയെ ബോംബെയിൽ എത്തിച്ചപ്പോൾ അവളെ സംബന്ധിച്ച പല കാര്യങ്ങളും മാനേജർ സുബ്രഹ്മണ്യൻ ഡോക്ടർ ശർമ്മയോട് പറഞ്ഞിരിക്കാം. സുന്ദരിയെ ഒഴിവാക്കാൻ തങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുള്ളതിനെക്കുറിച്ച്, ഒടുവിൽ മനഃപൂർവ്വം ആ അപകടം സൃഷ്ടിച്ചതിനെക്കുറിച്ചും. അതുകൊണ്ടാവും സുന്ദരിയെ കൊല ചെയ്യാൻ താൻ ശ്രമിച്ചതായി ഡോക്ടർ ശർമ്മ ആരോപിച്ചത്. മോഹൻവർമ്മ മാനേജർ സുബ്രഹ്മണ്യത്തെ മുറിയിലേക്ക് വിളിച്ചു. മിസ്റ്റർ സുബ്രഹ്മണ്യം, നിങ്ങൾ മരിച്ചുപോയ സുന്ദരിയെക്കുറിച്ച് ഡോക്ടർ നിരഞ്ജൻ ശർമ്മയ്ക്ക് എന്തെല്ലാം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്? എല്ലാം സാർ. ഡോക്ടർ ശർമ്മ നമ്മുടെ ആളാണല്ലോ. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അപ്പോൾ പിന്നെ അദ്ദേഹത്തോടെ എന്തെങ്കിലും ഒളിക്കേണ്ട ആവശ്യമുണ്ടോ? അവളെ കൊന്നുകളയണമെന്ന് നിങ്ങൾ ഡോക്ടർ ശർമ്മയോട് ആവശ്യപ്പെട്ടിരുന്നോ? അവളെ കൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നു. അവളെ ഇനിമേലിൽ ദിലുമോൻ കാണരുതെന്നോ കണ്ടാൽ തിരിച്ചറിയരുതെന്നുമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ.
ആ കാർ ആക്സിഡൻറ്റ് നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതാണെന്ന് ഡോക്ടർ ശർമ്മയ്ക്ക് അറിയാമോ? സുബ്രഹ്മണ്യം ഒന്ന് പതറി. ചോദിച്ചത് കേട്ടില്ലേ? മോഹനവർമ്മയുടെ സ്വരം കനത്തു. അറിയാം. സത്യത്തിൽ ആ ആക്സിഡൻറ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡോക്ടർ ശർമ്മ വിദഗ്ധമായ ചോദ്യം ചെയ്യലിലൂടെ എന്നിൽ നിന്നും ചോർത്തിയെടുക്കുകയായിരുന്നു. നമ്മുടെ ആളാണല്ലോ എന്ന വിചാരത്തിൽ ഞാൻ ബലമായി ഒന്നും ഒളിക്കാനും പോയില്ല. നിങ്ങളുടെ സംസാരം അയാൾ റെക്കോർഡ് ചെയ്തിരുന്നോ? അറിയില്ല സാർ. സുബ്രഹ്മണ്യത്തിൻ്റെ സ്വരം വിറച്ചു. അങ്ങനെയൊരു ശങ്ക എനിക്ക് തോന്നിയതേയില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ സാർ? സുബ്രഹ്മണ്യം ഭീതിയോടെ മോഹനവർമ്മയെ നോക്കി. ഇനി പറഞ്ഞിട്ടെന്താ? ഠാം. മോഹനവർമ്മ പല്ലു ഞെരിച്ചു. നിങ്ങൾ പോയിക്കോളൂ. സുബ്രഹ്മണ്യം കുനിഞ്ഞ ശിരസോടെ മുറിക്ക് പുറത്തുപോയി. തന്നെ നിലയ്ക്ക് നിർത്താൻ പോകുന്ന രഹസ്യങ്ങൾ നിരഞ്ജൻ ശർമ്മയുടെ കൈവശമുണ്ടാവുമെന്ന് മോഹനവർമ്മയ്ക്ക് തീർച്ചയായി. അതാണ് ഡോക്ടർ ശർമ്മയുടെ വാക്കുകൾക്ക് ഇത്ര മൂർച്ച. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ നിസ്സാരനല്ല. ബോംബെയിൽ പ്രസിദ്ധനാണ്. പ്രമുഖർക്ക് പ്രിയപ്പെട്ടവനാണ്. ഉന്നതരെ സ്വാധീനിക്കാൻ കഴിയുന്നവൻ. അയാൾ വിചാരിച്ചാൽ പലതും സാധിക്കും. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശർമ്മയെ പിണക്കിക്കൂടാ. വിശേഷിച്ചും തന്നെ കുരുക്കാൻ പോകുന്ന രഹസ്യങ്ങൾ അയാളുടെ കൈവശമുള്ളപ്പോൾ. പക്ഷേ ദിലുവിനെ കൊണ്ട് ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകളെ വിവാഹം ചെയ്യിക്കുന്നതെങ്ങനെ? ആദ്യം അവൻ സുന്ദരിയെ മറക്കണം. അപ്പോഴും AG മഹേഷ് വർമ്മയ്ക്ക് നൽകിയ വാക്ക് ബാക്കി കിടക്കുന്നു. ദിലുവാണെങ്കിൽ പതുക്കെ പതുക്കെ വന്ദനയുമായി അടുക്കാനും തുടങ്ങിയിരിക്കുന്നു. ദിലുവിൻ്റെ മ്യൂസിക് പ്രോഗ്രാമുകൾക്ക് വന്ദന തുണ പോകാറുണ്ട്. അവനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലും വന്ദന കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ മൂന്നാമതൊരു പെൺകുട്ടിയിലേക്ക് നയിക്കുന്നതെങ്ങനെ? നിരഞ്ജൻ ശർമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ AG മഹേഷ് വർമ്മ ശത്രുവാകും. എങ്കിലും കൂടുതൽ ഭയക്കേണ്ടത് ഡോക്ടർ നിരഞ്ജൻ ശർമ്മയെയാണ്. അതിനാൽ മോഹൻവർമ്മ മകൻ്റെ അടുത്ത് ഒന്ന് ശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെ മോനെ നിൻ്റെ പ്രോഗ്രാമുകൾ? മോഹൻവർമ്മ സാധാരണ മട്ടിൽ തുടങ്ങി. നന്നായി പോകുന്നു. നിൻ്റെ മ്യൂസിക് പ്രോഗ്രാമുകളിൽ വന്ദനയ്ക്കും സന്തോഷം തന്നെയല്ലേ? അവൾ എനിക്കിപ്പോൾ ഒരു പ്രോത്സാഹനമാണ്. ഹൗ വാസ് ഷീ? എ ഗുഡ് ഫ്രണ്ട്. സുന്ദരിയെ നിൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ അവൾക്ക് കഴിയുന്നുണ്ടോ? സുന്ദരിയെ ഞാൻ മറക്കണമെന്ന് വന്ദനയ്ക്ക് നിർബന്ധമില്ല. സുന്ദരിയുടെ വേട്ടയാടുന്ന സ്മരണകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വന്ദനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ നീ മറ്റൊരു പെൺകുട്ടിയെ പരീക്ഷിച്ചു നോക്കൂ. എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ മകളുണ്ട്, ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ. ഡോക്ടർ ശർമ്മ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണ്. അച്ഛാ, ദിലു വിളിച്ചു. മോഹനവർമ്മ പുഞ്ചിരിച്ചതേയുള്ളൂ. ഈ ഡോക്ടർ നിരഞ്ജൻ ശർമ്മ AG മഹേഷ് വർമ്മയേക്കാൾ സമ്പന്നനും ഉന്നതനുമായിരിക്കുമോ? ദിലു ആരാഞ്ഞു. എന്താ സംശയം? AG മഹേഷ് വർമ്മ കേരളത്തിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയെ ഇന്ത്യ മുഴുവൻ അറിയും. ഇന്ത്യക്ക് വെളിയിലും അറിയും. ദിലുവിൻ്റെ മുഖം ചുവന്നു. ഇപ്പോൾ അച്ഛനെ എനിക്ക് മനസ്സിലായി. അച്ഛൻ മകന് ഒരു ജീവിതമല്ല ആഗ്രഹിക്കുന്നത്. അച്ഛന് ഉന്നതനായ ഒരു ബന്ധുവിനെയാണ്. നോക്കൂ, അച്ഛൻ്റെ സൗകര്യപൂർവ്വം എൻ്റെ മനസ്സിട്ട് കളിക്കാമെന്ന് കരുതണ്ട. ദിലു ദേഷ്യത്തിൽ മോഹനവർമ്മയുടെ മുന്നിൽ നിന്നും കടന്നുപോയി. അവന് അച്ഛനോട് ഈർഷ്യ തോന്നിയതിനൊപ്പം വന്ദനയോട് സഹതാപവും തോന്നി. അടുത്ത നാൾ വന്ദനയെ കണ്ടപ്പോൾ അവൻ അവളോട് കൂടുതൽ മമതയോടെ പെരുമാറി. വന്ദന, ഞാനൊന്ന് ചോദിക്കട്ടെ? ദിലു അവളോട് അന്വേഷിച്ചു. എനിക്ക് സുന്ദരിയെ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വന്ദനയുടെ ഈ സ്നേഹത്തിന് ഞാനെന്നും കടക്കാരനാകേണ്ടി വരില്ലേ? ഇല്ല. കടപ്പാടിൻ്റെ ഒരു കുരുക്ക് സൃഷ്ടിച്ച് ഞാനൊരിക്കലും ദിലുവിനെ വിഷമിപ്പിക്കില്ല. ദൃഢമായിരുന്നു വന്ദനയുടെ സ്വരം. എന്നാൽ ഒരു ദിവസം AG മഹേഷ് വർമ്മ ദിലുവിനെ ഫോണിൽ വിളിച്ച് തിരക്കി. ദിലു, നീയും വന്ദനയുമായുള്ള ചങ്ങാത്തം നമ്മുടെ കുടുംബ വൃത്തങ്ങളിലും സൗഹൃദ വൃത്തങ്ങളിലുമെല്ലാം പരസ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ വിവാഹം താമസിപ്പിക്കണമോ എന്നാണ് എൻ്റെ സംശയം. ദിലു എന്ത് പറയുന്നു? മറുപടി പറയും മുമ്പ് എനിക്ക് വന്ദനയോടൊന്ന് ചോദിക്കണം. വളരെ ശാന്തമായിരുന്നു ദിലുവിൻ്റെ മറുപടി. ആൾ റൈറ്റ്. AG മഹേഷ് വർമ്മ ഫോൺ വച്ചു. ദിലു പ്രശ്നം വന്ദനയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇനിയും ഞാൻ സുന്ദരിയെ മറന്നു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വന്ദനയുടെ അച്ഛന് എന്ത് മറുപടി നൽകണമെന്നോ അറിയില്ല. ദിലു സുന്ദരിയെ മറന്നിട്ടില്ല. സാരമില്ല, ഒരു വർഷം കൂടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ തൃപ്തിക്ക് വേണ്ടി ദിലു എൻ്റെ വിരലിൽ ഒരു മോതിരം അണിയിച്ച് വിവാഹം നിശ്ചയിക്കണം. ഈ ഒരു വർഷം കഴിഞ്ഞാലും സുന്ദരിയെ എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദിലു അണിയിച്ച മോതിരം ഊരി തിരികെ തന്ന് ദിലുവിനെ ഞാൻ സ്വതന്ത്രനാക്കും. അച്ഛൻ്റെ മുന്നിൽ സർവ്വ കുറ്റവും ഞാൻ ഏറ്റുകൊള്ളാം. എന്നാൽ എൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടിയെങ്കിലും ദിലു പരസ്യമായ ഒരു വിവാഹ നിശ്ചയത്തിന് തയ്യാറാവണം. അന്ന് തന്നെ ദിലു വന്ദനയുടെ അച്ഛനായ AG മഹേഷ് വർമ്മയെ വിളിച്ച് വിവാഹ നിശ്ചയത്തിനുള്ള സമ്മതം അറിയിച്ചു. ഒരു വർഷത്തിന് ശേഷം വിവാഹം. AG മഹേഷ് വർമ്മ ഔപചാരികമായി മോഹനവർമ്മയെ സന്ദർശിച്ച് വിവാഹ നിശ്ചയത്തിനുള്ള ദിവസം തീരുമാനിച്ചു. ദിലു വന്ദനയെ വിവാഹം ചെയ്യാൻ സ്വയം സന്നദ്ധത പ്രകടമാക്കിയത് അറിഞ്ഞപ്പോൾ മോഹനവർമ്മയ്ക്ക് അത്ഭുതമായിരുന്നു. വഴങ്ങുകയെ മോഹനവർമ്മയ്ക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ക്ഷണക്കത്തുകൾ അടിക്കും മുൻപ് മോഹനവർമ്മ ഭീതിയോടെ ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ക്ഷമിക്കണം ഡോക്ടർ, മോഹനവർമ്മ തുടങ്ങി. താങ്കൾ അന്ന് ആവശ്യപ്പെട്ട കാര്യത്തിൽ ഞാൻ തികച്ചും നിസ്സഹായനാണ്. എൻ്റെ മകൻ അവൻ്റെ മരിച്ചുപോയ കാമുകിയെ മറന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ. AG മഹേഷ് വർമ്മയുടെ മകൾ വന്ദനയാണ് ആ കുട്ടി. അവരുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് ഒരു ക്ഷണക്കത്ത് അയക്കുവാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. മോഹനവർമ്മയുടെ വാക്കുകൾ ഡോക്ടർ നിരഞ്ജൻ ശർമ്മ മാത്രമല്ല കേട്ടുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത മുറിയിലെ എക്സ്റ്റൻഷൻ ഫോണിലൂടെ മഞ്ജരിയായി തീർന്ന സുന്ദരിയും കേൾക്കുന്നുണ്ടായിരുന്നു ഓരോ വാക്കും.
കാതിലേക്ക് തീക്കനലുകൾ പതിക്കും പോലെ. ദില്ലൻ തന്നെ മറന്നു. വന്ദനയെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. സുന്ദരിയുടെ കയ്യിലിരുന്ന ടെലിഫോൺ റിസീവർ വിറച്ചു. ഹൃദയം തകർന്ന് അവൾ നിന്നു. ചിറ്റപ്പന് ഒരു ക്ഷണക്കത്തിൽ ലഭിച്ചേക്കും ദില്ലൻ്റെയും വന്ദനയുടെയും വിവാഹ നിശ്ചയത്തിൻ്റേത്. എന്നാലും തൻ്റെ ദില്ലൻ തന്നെ മറന്നുവല്ലോ. താൻ മരിച്ചുപോയി എന്ന വിചാരത്തിലാവും. അതോ ദിലു അച്ഛൻ്റെ നിർബന്ധത്തിന് മനസ്സില്ലാതെ വഴങ്ങിയതാവുമോ? സ്വന്തം ഇഷ്ടപ്രകാരം ദിലു തീരുമാനിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫോണിൽ അറിയിച്ചത്. അത് നുണയാവും. നുണ പറയാനും ചതിക്കാനും ഒട്ടും മടിയില്ലാത്ത ആളാണ് ദിലുവിൻ്റെ അച്ഛൻ. ചിറ്റപ്പനെ പിണക്കാതിരിക്കാൻ അയാൾ നുണ പറഞ്ഞത് തന്നെയാവും. സത്യത്തിൽ ചിറ്റപ്പൻ മോഹനവർമ്മയെ കെണിയിലാക്കാൻ നോക്കുകയായിരുന്നു, തന്നെ ദില്ലനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കാൻ. പക്ഷെ സാധിച്ചില്ല. ദില്ലനെ തനിക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്ദരി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ സുന്ദരിയാണ് ദില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാൽക്കൽ ചെന്ന് വീണാലും അദ്ദേഹം ഒരുപക്ഷെ വിശ്വസിച്ചെന്ന് വരില്ല. വിശ്വസിക്കണമെങ്കിൽ ഒരുപാട് കഥകൾ പറയേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറിയിലൂടെ താൻ മറ്റൊരാളെയും മാറിയ കഥ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദില്ലൻ തന്നെ മറന്നു. വന്ദനയെ സ്നേഹിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇനിയും താൻ ആ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ധർമ്മസങ്കടം സൃഷ്ടിക്കണോ? വേണ്ട. താൻ ദില്ലൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇപ്പോൾ താൻ അദ്ദേഹത്തിന് വെറുമൊരു ദുഃഖസ്മരണ മാത്രമാണ്. ക്രമേണ ആ സ്മരണകളും നഷ്ടമാവും. ആവട്ടെ. താൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആരോടെല്ലാം യുദ്ധം ചെയ്യേണ്ടി വന്നു. വന്ദനയോടൊപ്പമുള്ള ജീവിതം അദ്ദേഹത്തിന് സമാധാനവും സന്തോഷവും നൽകും. ആ വിവാഹത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹൃദയപൂർവ്വം ആശീർവദിക്കും. എന്നേക്കുമായി പ്രതിസന്ധികൾ വിട പറയും. അതെ, അതാണ് നല്ലത്. തൻ്റെ സ്നേഹം ശുദ്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ താൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. അദ്ദേഹം സുഖമായി ജീവിക്കട്ടെ. മോളെ. പെട്ടെന്ന് സുന്ദരിയുടെ മുന്നിൽ നിരഞ്ജൻ ശർമ്മ പ്രത്യക്ഷപ്പെട്ടു. സുന്ദരി ടെലിഫോൺ റിസീവർ ക്രഡലിൽ വെച്ചു. മോഹൻവർമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ അറിയിച്ചു. ദിലീപിൻ്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു. ഒരിക്കൽ മോഹൻവർമ്മ തീരുമാനിച്ച വന്ദന എന്ന പെൺകുട്ടിയെ അവൻ സസന്തോഷം വിവാഹം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു അത്രേ. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ മഞ്ജരിയുടെ പ്രൊപ്പോസൽ കട്ട് ചെയ്തുകൊണ്ടാണത്രേ അവൻ വന്ദനയെ തിരഞ്ഞെടുത്തത്. അവൻ നിന്നെ മറന്നുകൂട്ടി. അവസാന വാചകം എത്തിയപ്പോൾ ഡോക്ടർ ശർമ്മയുടെ സ്വരയിടറി. ഞാൻ എല്ലാം കേട്ടു ചിറ്റപ്പ. ദിലുവിൻ്റെ അച്ഛൻ പറഞ്ഞതെല്ലാം ഈ മുറിയിലെ ടെലിഫോണിലൂടെ ഞാൻ കേട്ടു. ദിലുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ എനിക്ക് അത്ര ആകാംക്ഷയായിരുന്നു. ടെലിഫോൺ ചോർത്തിയതിന് ചിറ്റപ്പൻ ക്ഷമിക്കണം. ചിറ്റപ്പനല്ല, അപ്പ. നിരഞ്ജൻ ശർമ്മ തിരുത്തി. എന്നാലും നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നാം ചിറ്റപ്പനും മോളുമാണല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അപ്പ എന്നേ വിളിക്കൂ. അത് മതി. ഡോക്ടർ ശർമ്മ പുഞ്ചിരിച്ചു. മറ്റുള്ളവരുടെ കണ്ണിൽ പുരന്ദർ അണ്ണൻ്റെ മകൾ സുന്ദരി ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന നിനക്ക് ഒരു പേര് വേണം. അത് മഞ്ജരി എന്നാണ്. ലോകത്തിന് മുന്നിൽ നിനക്കൊരു മേൽവിലാസവും വേണം. അത് നിൻ്റെ മുഖത്തിന് ചേരും വിധം പുതിയതായിക്കൊള്ളട്ടെ. ആ മേൽവിലാസം ഇതാണ്. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ. നാളെ നിനക്ക് ദിലീപിനെ മറക്കാൻ കഴിഞ്ഞാൽ ഈ മേൽവിലാസം നിനക്ക് ഗുണം ചെയ്യും. ഇല്ല, ഒരിക്കലും എൻ്റെ ദില്ലനെ മറക്കാൻ എനിക്ക് കഴിയില്ല. ഏതായാലും ദിലീപ് നിന്നെ മറന്നു. അതുണ്ടാവുമെന്ന് നീ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നതാണോ? അതുപോലെ നാളെ ഒരിക്കൽ നിനക്ക് ദിലീപിനെയും മറക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നിനക്ക് മറ്റൊരു ജീവിതം വേണ്ടിവരും. ഒരു വിവാഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നിനക്ക് ഈ പുതിയ പേരും മേൽവിലാസവും പ്രയോജനപ്പെടും. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകളെന്ന നിലയ്ക്ക് നിനക്ക് ഉന്നതനായ ഒരു ഭർത്താവിനെ ലഭിക്കും. എല്ലാവിധത്തിലും ദിലീപിനേക്കാൾ മിടുക്കനായ ഒരുത്തനെ. വേണ്ട ചിറ്റപ്പ. അവൻ നിന്നെ മറന്ന സ്ഥിതിക്ക്, മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് നീ ഇനി അവനെ കാത്തിരുന്നിട്ട് എന്ത് കാര്യം മോളെ? ദില്ലൻ വന്ദനയുടേതായി കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിപ്പോഴും ദില്ലൻ്റേതാണ്. എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങളൊന്നിച്ചുള്ള കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ സന്തോഷമായി ജീവിച്ചു കൊള്ളാം ചിറ്റപ്പ. എല്ലാം നിൻ്റെ ഇഷ്ടം. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സമ്മതിച്ചു. ഞാൻ നിന്നെ യാതൊന്നിനും നിർബന്ധിക്കുകയില്ല. ഏതാണ്ട് 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ പേരിൽ ഒരു ക്ഷണക്കത്ത് ലഭിച്ചു. ദിലീപ് വർമ്മയുടെയും വന്ദന വർമ്മയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെയും മോതിരമാറലിൻ്റെയും ക്ഷണക്കത്താണ്. ദിലീപാണ് ക്ഷണിച്ചിരിക്കുന്നത്. അടിയിൽ ദിലീപിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ സമ്മതത്തോടെ തന്നെയാണ് വിവാഹ നിശ്ചയ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തീർച്ച. പക്ഷേ ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത് മോഹൻവർമ്മയാണെന്ന് ഫ്രം അഡ്രസ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിലും ദിലീപും താനുമായി നേരിൽ ബന്ധമൊന്നുമില്ലല്ലോ. ദിലീപ് ഒപ്പിട്ട ക്ഷണക്കത്ത് മോഹൻവർമ്മ സ്വന്തം പേരിൽ അയച്ചിരിക്കുകയാണ്. ദാ മോളെ. ആ ക്ഷണക്കത്തുമായി ഡോക്ടർ ശർമ്മ സുന്ദരിയുടെ അടുത്തെത്തി. സുന്ദരി കത്ത് വാങ്ങി തുറന്നു വായിച്ചു. ദില്ലനും വന്ദനയുമായുള്ള വിവാഹം നിശ്ചയിക്കപ്പെടാൻ പോവുകയാണ്. ദിലീപാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒപ്പും അദ്ദേഹത്തിൻ്റെതാണ്. സുന്ദരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നെ കരയിക്കാനല്ല ഞാൻ ഈ കത്ത് കൊണ്ടു തന്നത്, ധീരയായിരിക്കാനാണ്. അതെ, സത്യത്തെ നേരിടാൻ നീ കരുത്താർജിക്കണം. അല്ലെങ്കിൽ മോഹൻവർമ്മയുടെ ടെലിഫോണിലൂടെ നിനക്ക് മുൻകൂർ സൂചന ലഭിച്ചിരുന്നല്ലോ. ഈ നിമിഷങ്ങളെ നീ സഹിച്ചേ പറ്റൂ. ഡോക്ടർ നിരഞ്ജൻ ശർമ്മ സുന്ദരിയുടെ ശിരസിൽ തലോടി. ഞാൻ സഹിക്കാൻ ചിറ്റപ്പ. ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ സങ്കടം ക്രമേണ കുറയും. നീ സത്യവുമായി പൊരുത്തപ്പെടും. എനിക്കറിയാം. ഒരു നാൾ ദിലീപിനെ പോലെ തന്നെ നീയും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കും. ഇല്ല, അതുമാത്രമില്ല. സുന്ദരി ഏങ്ങലടിച്ചു. അത്തരത്തിൽ നീ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചിറ്റപ്പൻ എന്നെ അതിന് പ്രേരിപ്പിക്കരുത്. ദില്ലനെ മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട.
ദില്ലനെ സംബന്ധിച്ചിടത്തോളം സുന്ദരി മരിച്ചു പോയിരിക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ സുന്ദരി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവളുടെ മനസ്സിൽ ദില്ലനും ജീവിച്ചിരിക്കുന്നു. ആകട്ടെ, ദിലുവിൻ്റെ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? എനിക്കതിന് കഴിയുമോ ചിറ്റപ്പ? എന്തുകൊണ്ട് കഴിയില്ല? നീ പഴയ സുന്ദരിയാണെന്ന് ആരും അറിയില്ല. ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകൾ മഞ്ജരി ശർമ്മയായാണ് നീ അവിടെ എത്തുന്നത്. നിനക്ക് അറിയാവുന്നവരാരും നിന്നെ തിരിച്ചറിയില്ല. നിനക്ക് പക്ഷേ എല്ലാവരെയും കാണാം, വിശേഷിച്ചും ദില്ലനെ. ആ സ്നേഹത്തിൻ്റെ നിസ്സാരത മനസ്സിലാവുമ്പോൾ നിനക്ക് അവനെ മറക്കണമെന്ന വാശിയും ഉണ്ടാകും. ദിലുവിനെ മറക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലും അദ്ദേഹത്തെ അകലെ നിന്നെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി. അകലെ നിന്നല്ല, അടുത്തു നിന്ന് നിനക്ക് കാണാം. നിന്റെ ആശംസകൾ അവൻ സ്വീകരിക്കും. നിനക്ക് നന്ദി പറയും. ഞാൻ വരാം. നിറക്കണ്ണുകളോടെ സുന്ദരി സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഡോക്ടർ ശർമ്മ ഓർമ്മിപ്പിച്ചു. അവരുടെ ആരുടെയും സാന്നിധ്യത്തിൽ നീ എന്നെ ചിറ്റപ്പ എന്ന് വിളിക്കരുത്. ഞാൻ നിന്റെ അപ്പയാണ്. നീ എൻ്റെ മകൾ മഞ്ജരിയുമാണ്. വിവാഹ നിശ്ചയദിനത്തിൻ്റെ തലേനാൾ തന്നെ ഡോക്ടർ ശർമ്മയും സുന്ദരിയും ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലെത്തി. ഒരു പ്രസിദ്ധ നക്ഷത്ര ഹോട്ടലിലായിരുന്നു അവരുടെ വിശ്രമം. പിറ്റേന്ന് രാവിലെ മോഹൻവർമ്മയുടെ കൊട്ടാരത്തിന് മുന്നിൽ അലങ്കരിച്ച പന്തലിൻ്റെ കവാടത്തിൽ ഡോക്ടർ ശർമ്മയും സുന്ദരിയും ഒരു ടൂറിസ്റ്റ് ടാക്സിയിൽ വന്നിറങ്ങി. അതിഥികളെ സ്വീകരിച്ചുകൊണ്ടിരുന്ന മോഹൻവർമ്മ ഓടി അവരുടെ മുന്നിലുമെത്തി. സ്വാഗതം, സ്വാഗതം. മോഹൻവർമ്മ കൈകൂപ്പി. ഇതെൻ്റെ മകൾ മഞ്ജരി. ഡോക്ടർ ശർമ്മ സുന്ദരിയെ മോഹൻവർമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു. മോഹൻവർമ്മ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഡോക്ടറുടെ മകൾ ഇത്രയും സുന്ദരിയായിരുന്നുവെന്ന് അറിഞ്ഞില്ല. എൻ്റെ മകൻ ശരിക്കും വിഡ്ഢിത്തമാണ് കാണിച്ചത്. നോ മാൻ, ഫർഗറ്റ് ആൾ. ഡോക്ടർ ശർമ്മ മോഹനവർമ്മയെ സമാധാനിപ്പിച്ചു. പിന്നെ ആരാഞ്ഞു, എവിടെ ദിലീപ്? അതാ, മോഹനവർമ്മ ചൂണ്ടിക്കാട്ടി. വില കൂടിയ സ്യൂട്ടിൽ ദിലു. അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെയും നന്ദി പറയുന്നതിൻ്റെയും തിരക്കിലാണ്. മോഹനവർമ്മ നിരഞ്ജൻ ശർമ്മയെയും സുന്ദരിയെയും ദിലുവിൻ്റെ അരികിലേക്ക് നയിച്ചു. മോനെ ദിലു, ഇത് ഡോക്ടർ നിരഞ്ജൻ ശർമ്മ. നിന്നോട് ഒരിക്കൽ ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നു? ദിലു പുഞ്ചിരിച്ചു. പിന്നെ ഡോക്ടർ ശർമ്മയുടെ കൈ കവർന്നു. ഇത് ഡോക്ടറുടെ മകൾ. ശർമ്മയുടെ പിന്നിൽ കത്തി നിന്നിരുന്ന സൗന്ദര്യ നാളത്തെ അപ്പോഴാണ് ദിലു കണ്ടത്. ആരും നോക്കി നിന്നു പോകുന്ന ഒരു മനോഹരി. ഒരു നിമിഷത്തേക്ക് അവൻ ആ മുഖത്തു നിന്നും കണ്ണു പറച്ചില്ല. പെട്ടെന്ന് അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി തിരിഞ്ഞ് പുറത്തേക്ക് ഓടി, പന്തലിന് വെളിയിലേക്ക്. അവർ വന്ന ടൂറിസ്റ്റ് ടാക്സിക്ക് അരികിലേക്ക്. ദിലുവിന് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് ആ പെൺകുട്ടി തന്നെ കണ്ട് തിരിഞ്ഞോടി കാറിനുള്ളിൽ ഒളിച്ചത്? താൻ അവളെ മുമ്പ് കണ്ടിട്ടില്ല. എങ്കിലും ആ രൂപം വളരെ പരിചിതമാണ്. ചുരുൾമുടി, നീണ്ടു വിടർന്ന കണ്ണുകൾ. അവൾ തിരിഞ്ഞ് ഓടിയപ്പോൾ സുന്ദരിയാണ് ഓടിപ്പോകുന്നതെന്ന് തോന്നി. എന്നാൽ ആ മുഖം മുമ്പ് കണ്ടിട്ടേയില്ല. പിന്നെ എന്തിനാ അവൾ തിരിഞ്ഞോടി? ഡോക്ടർ നിരഞ്ജൻ ശർമ്മയുടെ മകളാണത്രേ മഞ്ജരി ശർമ്മ. സുപ്രസിദ്ധ പ്ലാസ്റ്റിക് സർജനാണ് നിരഞ്ജൻ ശർമ്മ. തനിക്ക് വേണ്ടി ഈ പെൺകുട്ടിയെ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തതായി അച്ഛൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. വെറുതെ പറയുക മാത്രമല്ല, നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താൻ വഴങ്ങിയില്ല. മഞ്ജരി ശർമ്മയുടെ പ്രൊപ്പോസൽ എത്തിയപ്പോഴാണ് വന്ദനയെ വിവാഹം ചെയ്യണമെന്ന വാശിയുണ്ടായത്. അച്ഛനോടുള്ള വാശി. സുന്ദരിയുമായുള്ള തൻ്റെ ബന്ധം അറിഞ്ഞപ്പോഴും അച്ഛൻ എതിർത്തു. അന്ന് വന്ദനയെയാണ് തനിക്ക് പ്രൊപ്പോസ് ചെയ്തത്. സുന്ദരിയുടെ മരണശേഷം താൻ വന്ദനയുമായി സൗഹൃദമായപ്പോൾ അച്ഛനതാ വീണ്ടും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, മഞ്ജരി ശർമ്മ. മഞ്ജരിയുടെ അച്ഛന് വന്ദനയുടെ അച്ഛനേക്കാൾ പണവും പ്രശസ്തിയുണ്ടത്രേ. അച്ഛൻ്റെ ഉദ്ദേശമെന്ത്? തൻ്റെ മനസ്സ് പന്താടുകയോ? അതോ കൂടുതൽ ശക്തനായ ഒരു ബന്ധുവിനെ ലഭിക്കാനുള്ള മോഹമോ? വന്ദനയുടെ അച്ഛനെ നൽകിയ വാക്കിന് അച്ഛൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നോ? സുന്ദരിയെ മറന്നുകൊണ്ടല്ല വന്ദനയുമായി വിവാഹ നിശ്ചയത്തിന് മുതിർന്നത്. വന്ദനയെ സ്നേഹിക്കാനാവുമെന്ന പ്രതീക്ഷയിലുമല്ല. വന്ദനയെ തനിക്ക് എന്തെങ്കിലും ഇണയായി കരുതാനാവുമോ? സുന്ദരിയുടെ സ്ഥാനത്ത് വന്ദനയെ പ്രതിഷ്ഠിക്കാനാവുമോ? നിശ്ചയമില്ല. എന്നിട്ടും വിവാഹ നിശ്ചയത്തിന് തയ്യാറായി. സുന്ദരി ഏതായാലും ഇനി തിരിച്ചു വരില്ല. വന്ദനയാണെങ്കിൽ നല്ലൊരു സുഹൃത്താണ്. വെരി മച്ച് അണ്ടർസ്റ്റാൻഡിങ്. മാത്രമല്ല അവൾ തന്നെ ഗാഢമായി സ്നേഹിക്കുന്നു. തന്നിൽ നിന്നും സ്നേഹം തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നു. തനിക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും അവൾ തയ്യാറാണ്. മറ്റൊരു പെണ്ണും തയ്യാറാവാത്ത ഒരു കരാർ സമ്മതിച്ചുകൊണ്ടാണ് വന്ദന ഈ വിവാഹ നിശ്ചയത്തിന് തുനിഞ്ഞത്. 1 വർഷം കഴിഞ്ഞിട്ടും സുന്ദരിയെ തനിക്ക് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വന്ദന വിവാഹ നിശ്ചയമെന്ന ഈ ഉടമ്പടിയിൽ നിന്നും സസന്തോഷം ഒഴിഞ്ഞുകൊള്ളാമത്രേ. താൻ വിരലിൽ അണിയിച്ചിരിക്കുന്ന മോതിര അയച്ചു തന്നുകൊള്ളാമെന്ന്. നിസ്വാർത്ഥമായ ആ സ്നേഹത്തിന് മുന്നിൽ ശിരസ് കുനിഞ്ഞുപോയി. ഒരു പരീക്ഷണത്തിന് തയ്യാറായി വന്ദന. എന്നിട്ടും ഇപ്പോഴും തൻ്റെ മനസ്സിന് വെളിയിലാണ്. എന്നാൽ ഇപ്പോൾ കണ്ട പെൺകുട്ടി, അച്ഛൻ തനിക്ക് വേണ്ടി രണ്ടാമത് ആലോചിച്ചവൾ, മഞ്ജരി ശർമ്മ. അവൾ സുന്ദരിയെ ഓർമ്മിപ്പിക്കുന്നു. സുന്ദരിയേക്കാൾ സുന്ദരിയാണവൾ. ഇവളെ താൻ അല്പം കൂടി നേരത്തെ കാണേണ്ടതായിരുന്നു, വന്ദനയ്ക്ക് വാക്കു കൊടുക്കും മുമ്പ്. അച്ഛൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. സുന്ദരിയുടെ ഓർമ്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വന്ദനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ പരീക്ഷിക്കാം. മഞ്ജരി ശർമ്മ. ജീവിതം അങ്ങനെ ഒരു പരീക്ഷണമാക്കണോ? ഒന്നൊന്നായി പെൺകുട്ടികളെ മാറണമോ? അവർക്കും ഹൃദയമുണ്ടല്ലോ, സ്വന്തം ചിന്തകളും. ഈ മാറ്റത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തന്നെ മറക്കാൻ കഴിയാതെ പോയാലോ? തൻ്റെ മനസ്സിനെക്കുറിച്ച് മാത്രമല്ലേ താൻ ചിന്തിക്കുന്നുള്ളൂ? മറ്റുള്ളവരുടെ മനസ്സുകളെക്കുറിച്ചും താൻ ഓർക്കേണ്ടതല്ലേ? തൽക്കാലം താൻ അലിവ് കാട്ടേണ്ടത് വന്ദനയുടെ മനസ്സിനോടാണ്. പക്ഷേ മഞ്ജരി ശർമ്മ എന്ന പെൺകുട്ടി എന്തുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഓടി ഒളിച്ചു? താൻ അവളെ ആദ്യം കാണുകയാണ്. ഒരു പക്ഷേ അവൾ തന്നെ മുമ്പ് കണ്ടിരിക്കുമോ? ബോംബെയിൽ താൻ പല പ്രാവശ്യം ഭാരതീയയ്ക്ക് വേണ്ടി സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
തൻ്റെ പാട്ടുകൾ അവൾ കേട്ടിരിക്കും. അങ്ങനെ തനിക്കില്ലാത്ത ഒരു ബന്ധം താനുമായി അവൾക്കുണ്ടായിരിക്കും. ഒരു തരം ഏകപക്ഷീയ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ വിങ്ങലും വിതുമ്പലും ആ മുഖത്ത് കാണാമായിരുന്നു. അതെ, താൻ അറിയാതെ ആ പെൺകുട്ടി തന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ തനിക്ക് എന്താവും? മറ്റൊരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ പടിവാതിൽക്ക് വന്നു നിൽക്കുന്നു, അകത്തേക്ക് വലതു കാലെടുത്ത് കുത്താൻ. തനിക്ക് വേണ്ടി അവൾ ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, വന്ദനയെക്കുറിച്ച്. ദിലു പെട്ടെന്ന് തിരിഞ്ഞ് ഡോക്ടർ നിരഞ്ജന ശർമ്മയുടെ കൈ കവർന്നു. നന്ദി ഡോക്ടർ, താങ്കളുടെ വിലയേറിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്നെ ക്ഷണിച്ചതിൽ ഞാനും നന്ദി പറയുന്നു. ഒപ്പം സുന്ദരമായൊരു വിവാഹ ജീവിതം ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റൊരാൾ ഡോക്ടറിൻ്റെ കൈ കവർന്നു. സോറി ഡോക്ടർ. മോഹൻവർമ്മ ഡോക്ടർ നിരഞ്ജൻ ശർമ്മയോട് ക്ഷമാപണം ചെയ്തു. താങ്കൾക്ക് ഇപ്പോൾ എന്നോട് പിണക്കമായിരിക്കും. താങ്കളുടെ പ്രതിഫലമായി എൻ്റെ മകനെ താങ്കളുടെ മകൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. മഹേഷ് വർമ്മയുടെ മകൾ വന്ദനയെ തന്നെ മതിയെന്ന് അവന് നിർബന്ധം. നെവർ മൈൻഡ് മിസ്റ്റർ വർമ്മ. നിരഞ്ജൻ ശർമ്മ മോഹൻവർമ്മയുടെ ചുമലിൽ തട്ടി സാന്ത്വനിപ്പിച്ചു. താങ്കളുടെ നിസ്സഹായത ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർക്ക് എന്നോട് പക തോന്നുമോ? ഒരിക്കലുമില്ല. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് മുൻകൂർ സൂചന നൽകാതിരുന്ന സ്ഥിതിക്ക് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാലും ഡോക്ടറുടെ മകളുടെ സങ്കടം എനിക്ക് മനസ്സിലായി. ആ കുട്ടി എൻ്റെ മകനെ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം. അവൻ അറിയപ്പെടുന്നൊരു ഗായകനല്ലേ? ദിലുവിനെ കണ്ടതും ആ കുട്ടി തിരിഞ്ഞോടിയത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ക്രമേണ അവൾ ആ മോഹം മറന്നുകൊള്ളും. ഡോക്ടർ ശർമ്മ പുഞ്ചിരിച്ചു. പിന്നെ തങ്ങൾ വന്ന കാറിനടുത്തേക്ക് നടന്നു. കാറിൻ്റെ പിൻസീറ്റിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു സുന്ദരി. നിരഞ്ജൻ ശർമ്മ അരികിലെത്തി അവളെ തട്ടി വിളിച്ചു. മോളെ. സുന്ദരി മുഖം ഉയർത്തി നോക്കി. നിന്നെ കരയിക്കാനാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇല്ലേ? സാരമില്ല ചിറ്റപ്പ. എനിക്ക് എൻ്റെ ദില്ലനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, വളരെ അടുത്ത് നിന്ന്. അവൻ്റെ സ്നേഹം എത്ര നിസ്സാരമാണെന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എത്ര വേഗം അവൻ നിന്നെ മറന്ന് മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളി. അതിന് ദില്ലനെ കുറ്റപ്പെടുത്തരുത് ചിറ്റപ്പ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഞാൻ മരിച്ചുപോയി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ വിചാരം. ഒരുപക്ഷെ എൻ്റെ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാവും അദ്ദേഹം മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത്. എന്നാലും അവനതിന് കഴിഞ്ഞല്ലോ, അതും ഇത്ര വേഗം. സ്നേഹമില്ലാത്തവൻ. ദില്ലനെ സ്നേഹമില്ലാത്തവൻ എന്ന് മാത്രം പറയല്ലേ ചിറ്റപ്പ. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ. എനിക്ക് വേണ്ടി എൻ്റെ ദില്ലൻ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു, ആരോടെല്ലാം യുദ്ധം ചെയ്തു. എൻ്റെ ദില്ലന് ഞാൻ എന്നും ഒരു നൊമ്പരമായിരുന്നു. ഇപ്പോഴും അതെ. അവന് ഒരു നൊമ്പരവുമില്ല. നീ കണ്ടതാണല്ലോ അവൻ എത്ര സന്തോഷത്തോടെയാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. പക്ഷേ ആ ഹൃദയം വിങ്ങുന്നുണ്ടാവും ചിറ്റപ്പ. എനിക്കറിയാം എൻ്റെ ദില്ലനെ. നോ, അവൻ ഭയങ്കരനാണ്, സ്നേഹശൂന്യനാണ്. നീ അവനെ മറക്കണം. നിനക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും. പിന്നെ നീയൊന്നും തനിച്ച് ജീവിക്കാനോ? അതെ, ദില്ലൻ്റെ ഓർമ്മകൾ മതി എനിക്ക്. പിന്നെ ഞാൻ വീണ്ടും പാടാൻ പോകാൻ തീരുമാനിച്ചു. എൻ്റെ അപ്പ എന്നെ കുറേ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഭാരതീയയിൽ വച്ചും എനിക്ക് കുറേ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇനിയും പഠിക്കണം. ഒരു ഗായികയായി ഉയരണം. ഒരു വാനം പാടിയെ പോലെ പാടി പാടി അലയണം. ലോകം മുഴുവൻ എൻ്റെ പാട്ട് കേൾക്കണം. ഏകാന്ത ദുഃഖവും സ്നേഹനഷ്ടവും അനുഭവിക്കുന്നവർക്ക് എൻ്റെ പാട്ട് താരാട്ടായി തീരണം. നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കാം. നിനക്ക് എത്രമാത്രം പഠിക്കണമെങ്കിലും. എനിക്ക് ഏതെങ്കിലും ട്രൂപ്പിൽ പാടിയാൽ കൊള്ളാമെന്നുണ്ട്. അതും ഞാൻ ശരിയാക്കി തരാം. എനിക്ക് ഭാരതീയയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം. ഭാരതീയയിൽ? ദിലുവിൻ്റെ ട്രൂപ്പിൽ? അതെ. അത് വേണോ മോളെ? വേണം ചിറ്റപ്പ. എനിക്ക് എൻ്റെ ദിലുവിനെ കാണുകയെങ്കിലും ആവുമല്ലോ. ഒന്നിച്ച് പ്രവർത്തിക്കാമല്ലോ. ദിലു അറിയാതെ ദിലുവിനോടൊപ്പം കഴിയാമല്ലോ. പക്ഷേ വന്ദന? ഞാൻ ഒരിക്കലും ദിലുവിനും വന്ദനയ്ക്കും ഇടയിൽ വരില്ല. ആരും അറിയാതെ ദിലുവിനെ സ്നേഹിച്ചുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. ഭാരതീയയിൽ പ്രവർത്തിക്കണമെങ്കിൽ കേരളത്തിലേക്ക് പോകേണ്ടി വരില്ലേ? വേണം. നീ തനിച്ച്? ഞാൻ വല്ല ഹോസ്റ്റലിലും താമസിച്ചുകൊള്ളാം. അത് വേണ്ട, ഞാനും നിൻ്റെ ഒപ്പം പോരാ. അപ്പോൾ ചിറ്റപ്പൻ്റെ പ്രൊഫഷൻ കേരളത്തിലേക്ക് മാറ്റും. കേരളത്തിലുള്ള പലരും എന്നെ തേടി ബോംബെയിലെത്തുകയാണ് പതിവ്. ഇനി മുതൽ എൻ്റെ സേവനം അവർക്ക് ഇവിടെ ലഭിക്കും. ചിറ്റപ്പൻ അപ്പോൾ എനിക്ക് വേണ്ടി? സുന്ദരിയുടെ ശബ്ദം ഇടറി. നോ, നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. മോളെ, നിനക്കറിയില്ല, ഇപ്പോഴാണ് എനിക്ക് ഒരു ജീവിതം ഉണ്ടാവുന്നത്. ബോംബെയിൽ തിരിച്ചെത്തിയ ഉടൻ ഡോക്ടർ നിരഞ്ജൻ ശർമ്മ മോഹൻ വർമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. മിസ്റ്റർ വർമ്മ, എനിക്കുള്ള പ്രതിഫലമായി നിങ്ങളൊരു ചെറിയ ഉപകാരം ചെയ്യുമോ? കേരളത്തിലേക്ക് എൻ്റെ പ്രാക്ടീസ് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരുമോ? ഷുവർ. നിങ്ങൾക്ക് താമസിക്കാനുള്ള ബംഗ്ലാവ് സഹിതം ഏർപ്പാടാക്കാം. കൂടാതെ എൻ്റെ മകൾക്ക് ദിലുവിൻ്റെ ട്രൂപ്പായ ഭാരതീയയിൽ പാടാനൊരു ചാൻസ്. അവൾ നല്ലൊരു ഗായികയാണ്. മോഹൻ വർമ്മ ഒരു നിമിഷം കഴിഞ്ഞാണ് അതിന് മറുപടി നൽകിയത്. അക്കാര്യത്തിൽ ദിലുവിനോട് ഒന്നും ചോദിക്കാതെ വാക്കു തരുന്നതെങ്ങനെ? അവനൊരു ടൈപ്പാണ്. ആൾറൈറ്റ്, ദിലുവിനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടർ ശർമ്മ സമ്മതിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം മോഹൻ വർമ്മയുടെ മറുപടി വന്നു. അയാൾ സോറി ഡോക്ടർ. ദിലു പറഞ്ഞത് ഒരിക്കൽ അവനുമായി പ്രൊപ്പോസ് ചെയ്ത ആ കുട്ടിയെ ട്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വിഷമമാണെന്നാണ്. ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർ ശർമ്മ സ്തബ്ധനായി. കഥ തുടരും.